ഇടയാക്കണമേ. പ്രിയമുള്ളവരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഈ ആരാധനയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവനാമത്തിലായത് കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരു മനുഷ്യന് എത്രത്തോളം ആക്കത്തോടെയും തൂക്കത്തോടെയും അതിനെ പ്രയോഗിക്കാൻ കഴിയും, അതാണ് അവൻ്റെ അഭിഷേക ശക്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും അഭിഷേകം ഉണ്ടാവും, ചിലർക്ക് കൂടിയ നിലവാരമുള്ള അഭിഷേകം ഉണ്ടാവും. ആരാധന കൂടുമ്പോൾ ആരാധന സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതുമൊക്കെ ഈ അഭിഷേകമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, ജീവിക്കാൻ വകവില്ലാത്തൊരു കാലമാണ്. അപ്പം അങ്ങനെ വന്നാൽ പോലും അഭിഷേകം, അവൻ്റെ നാമത്തിനെക്കുറിച്ചുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയൊരു സുവിശേഷം നമുക്ക് നൽകണത് പത്രോസിൻ്റെ ഏറ്റവും വലിയ ഒരു സുവിശേഷ കണ്ടുപിടുത്തമാണ്. കാര്യം പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, അത് വലിയൊരു വിഷമമാണ്. കാര്യം പൊന്നും വെള്ളിയും ഇല്ലാത്തത് തന്നെയല്ല, ജീവിതം ആ മനുഷ്യനെ എപ്പോഴും കണ്ടാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് മാത്രമല്ല ആ അവസ്ഥ ഉള്ളത്. ചിലർക്ക് അവർക്ക് പലതരത്തിൽ ജപ്തി നടപടികൾ വന്നിരിക്കുന്നു, ചിലപ്പോൾ കോടതിയിൽ നിന്ന് കേസ് വന്നിരിക്കുന്നു, ചിലപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കള്ളക്കേസായിരിക്കും അത്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് പണവുമില്ല. അതുപോലെ തന്നെ പലരും ഇന്ന് തന്നെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പലരും പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്ക് എൻ്റെ ഓപ്പറേഷന് പോലും എനിക്ക് പണമില്ല, എൻ്റെ ഭർത്താവിന് ജോലിയില്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പന്നതയുടെ സമയമാണ് ദൈവം മാത്രമുള്ള സമയം. ദൈവം മാത്രമുള്ള സമയം സമ്പന്നത മാത്രമല്ല, അതാണ് സമ്പന്നതയെന്ന് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് പത്രോസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും കൈനീട്ടുന്ന അവസ്ഥകളിലെ ആ കൈനീട്ടുന്ന മുടന്തനേക്കാളും ധർമ്മക്കാരനേക്കാളും ഗതികെട്ടവനായിട്ട് നിൽക്കുമ്പോഴും പത്രോസ് ആ ഗതികേട് ഒരിക്കലും പറയത്തില്ല, ഞാൻ ഗതികെട്ടവനാണെന്ന് പറയത്തില്ല. അതാണ് എൻ്റെ വിശ്വാസിയുടെ ഒരു നിലപാടാണത്. അതായത് ഞാൻ ഗതികെട്ടവനാണ്, എനിക്ക് പണമില്ലാത്തവനാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് വീടില്ല, വീട് വെക്കാൻ സ്ഥലമില്ല, അതുപോലെ എന്നെ ആർക്കും വേണ്ട എന്നൊന്നും പത്രോസ് പറയത്തില്ല. കാര്യം എന്താണ്? എല്ലാം ഇല്ലാത്തപ്പോൾ ലോകം അങ്ങനെ കാണുമ്പോൾ തന്നെ പത്രോസ് പറയും, ഇതിനെല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു ആളെനിക്കുണ്ട്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്ക് ഒരാളുണ്ട്, അത് നസ്രായൻ യേശുവാണ്. അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കും. രണ്ടുപേരും ഒന്നും തുടങ്ങുകയാണ്, സഭ ഒന്നേം തുടങ്ങുകയാണ്, ആ മുടന്തൻ ഒന്നേം തുടങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ഒന്നേം തുടങ്ങാൻ ഒരു നാമം മാത്രമേ, യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഉന്നതമായ നാമത്തെ ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഒരു സാക്ഷി ഇവിടെ പറഞ്ഞു, ആ സാക്ഷ്യം കേൾക്കുകയും ആൾക്കാരെ ഇങ്ങനെ കൈയടിച്ചു പോയി, ഓട്ടോമാറ്റിക്കായിട്ട് കൈയടിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നിങ്ങൾ ലത എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരിയാണ്, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നമുക്കത് പെട്ടെന്ന് ആ സാക്ഷ്യം മനസ്സിലാവത്തില്ല. കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നാൽ. കാര്യം അവർ കുറച്ച് എനിക്കുണ്ട് കോട്ടയം ഏതോ ഡിസ്ട്രിക്റ്റിൽ താമസിക്കും. അവിടെ ഒത്തിരി ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ, കിണർ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മാർച്ച് മാസമായപ്പോൾ ഇത്രയും വലിയ വരൾച്ചയിൽ അവിടെ കിണർ വറ്റിപ്പോയി. കിണർ എല്ലാ മാർച്ചിലും വറ്റും. ആയിരക്കണക്കിന് കിണറാണ് കേരളത്തിൽ വറ്റണത്, നമുക്കറിയാം അല്ലേ. പലക്കും ജപ്പാൻ കുടിവെള്ളവും മറ്റു വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കട്ടിച്ച് വെള്ളം വിലക്ക് വാങ്ങി ജീവിക്കുക. ഈ പാവപ്പെട്ടല്ലേ ഇത്, പക്ഷേ അങ്ങനെ വിലക്ക് വാങ്ങാനുള്ള മാർഗ്ഗമൊന്നുമില്ല അതിന്. ഇപ്പോൾ ചില കഞ്ഞി വെക്കാനും അതുപോലെ ഉടുപ്പ് കഴുകാനും ഒക്കെ വെള്ളം വിലക്ക് മേടിക്കണവരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല ലത. ഈ കിണർ വറ്റിപ്പോടുകൂടി ആ പ്രദേശം പിന്നെ അടുത്ത് വെള്ളമുള്ളത് അടുത്ത വീട്ടിലാണ്. കുറച്ച് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കിണറുണ്ട്, അവർക്ക് വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കോരിക്കൊണ്ട് വരണം. പക്ഷേ ലതയുടെ ഇരിപ്പ് കണ്ടിട്ട് വെള്ളം കോരാൻ പറ്റിയ ഒരു ഇരിപ്പല്ല, കതച്ച് പോകും പെട്ടെന്ന്. വണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തൊക്കെ രോഗമുണ്ടെന്ന് തോന്നണം. പക്ഷേ ലതയുടെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞെന്നറിയാവോ? അവർ പറഞ്ഞത് കറണ്ട് വെള്ളം അടിച്ച് കിണറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ, മുകളിലോട്ട് എടുക്കണമെങ്കിൽ കറണ്ടിൽ വേണം.
ഇപ്പം കറണ്ട് അങ്ങനെ ചിലവാക്കാനില്ല, അതുകൊണ്ട് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കേരളത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ പ്രളയം മാറാതെ ഇരിക്കുന്നത്. 2 പ്രളയം വന്നില്ലേ? ഇപ്പോൾ ഈ മാർച്ച് മാസം സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ചങ്കലച്ചത് ഇതാണ്. വെള്ളം 3-ാം നില വരെ കയറിയ ഒരു കേരളമാണിത്. എന്നിട്ടും മനുഷ്യൻ നന്നായിട്ടില്ല. പാവപ്പെട്ടവന് അരി വെക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ പറയണേ കറണ്ട് അടിക്കണം. അതിന് കറണ്ട് അടിക്കാതെ പിന്നെ എങ്ങനെ വെള്ളം കിട്ടണത്? അവരുടെ വെള്ളത്തിന് ഇത്തിരി വെള്ളം കൊടുക്കണം, പക്ഷേ വെള്ളം കൊടുക്കാൻ തയ്യാറല്ല. അതായത് അതോടുകൂടി ഇവർക്ക് ചങ്ക് അലച്ച് ഇവർ തിരിച്ചു പോരും, വെള്ളമില്ലാതെ പോകും. പിന്നെ എന്താ ഒരു മാർഗ്ഗം ഇല്ല. അവർ കിണറ്റിലൂടെ നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കും. അപ്പോഴവിടെ മനസ്സിലൊരു സംഭവം ഉണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. അവരുടെ മനസ്സിൽ വെച്ചിട്ട് അവർ ഉടമ്പടി എടുത്ത അപ്പോഴേ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എല്ലാം തീർന്നു. അവരുടെ കയ്യിൽ ഒരാപത്ത് വന്നപ്പോൾ എല്ലാം തീർന്ന്, പക്ഷേ വെഞ്ചരിച്ച തേനിരിപ്പുണ്ട്. ഞങ്ങളെപ്പോഴും നിങ്ങളോട് പറയണതാണ്, ഞങ്ങളെന്തെങ്കിലും വെഞ്ചരിച്ച് തന്നാൽ അത് ഇങ്ങനെ ഒരു സാധാരണ ഒരു ജനറൽ വെഞ്ചരിപ്പല്ലത്. അത് കർത്താവിൻ്റെ കുർബാന അർപ്പിച്ചു, അതിനുശേഷം 12 തരം പ്രാർത്ഥന ചൊല്ലിയാണ് നിറച്ച വസ്തുക്കൾ തരണത്. പക്ഷെ അത് ചിലർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ചെയ്യണം. അപ്പോൾ ലത നോക്കിയപ്പോൾ ഒന്നുമില്ല, തേൻ ഇത്തിരി വെഞ്ചരിച്ച് ഇരിപ്പുണ്ട്. ഇവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തേനെടുത്തിട്ട് മാതാവേ ഒരു മാർഗ്ഗവുമില്ല, അമ്മ ഇല്ലാതെ വേറൊരു മാർഗ്ഗമില്ലേ, ഇത്തിരി കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണ്ട് ഉണങ്ങിപ്പോയ കിണറ്റിലോട്ട് താഴേക്ക് ഈ തേനിങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി തേനിങ്ങനെ ഒഴിച്ചിട്ട് അവർ തിരിച്ചു പോരും. തിരിച്ചു പോന്ന് ഒരു 5 ചെവിടി വരെ വെച്ച് കാണും. അപ്പം കുളുകുളാന്ന് പറഞ്ഞ് സ്വരം കേൾക്കും ഇവർ. അപ്പോൾ ആരാണ്ട് കിണറ്റിലെ വീണെന്നും പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ അവർ പറയണേ കഞ്ഞ് തിളക്കണ പോലെ താഴേന്ന് വെള്ളം മേലോട്ട് കുതിച്ച് വന്നുകൊണ്ടിരിക്കണമെന്ന്. അതായത് അത് കേട്ടോടുകൂടി ഇവിടെ ഇരുന്ന ജനം മുഴുവൻ അറിയാതെ കൈയടിച്ചു പോയി. കാര്യം ദൈവം എപ്പോഴാണ് നമുക്ക് അനുഭവവേദ്യമാകണമെന്ന് പറഞ്ഞത് പലപ്പോഴും 0 പോയിൻ്റ് ആകുമ്പോഴാണ്. നമ്മൾ 0 ആയിപ്പോയി. ആരിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലെ ഒരു അയൽവാസിനെ കൊണ്ട് പ്രയോജനമില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്ക് ആരുമില്ലല്ലോ. പിന്നെ എന്താണ്? നമുക്ക് ആരുമില്ലെങ്കിലും നമുക്ക് ദൈവം ഉള്ളത് ഈ ലതയുള്ള ആൾക്കാരുടെ വിശ്വാസം ആണ് ഈ ദൈവത്തെ നമുക്ക് സംലഭ്യമാക്കുന്നത്. വരണ്ട കിണർ. അപ്പം ഞാനിത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, അതായത് ഈ വചനം സാക്ഷ്യം കേട്ട് ജനങ്ങളിങ്ങനെ ഇന്ന് കൈയടിച്ച് അഭിഷേകം കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, ഇത് പണ്ട് മുതലേ ദൈവം ചെയ്യണ ഒരു കാര്യമാണ്. കാറ്റില്ല, ബൈബിളുണ്ടത്. എന്താണ്? കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. അപ്പോഴേ എന്നാ പറ്റി? നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു റീസണിങ് ഉണ്ട്. റീസണല്ല, ബുദ്ധിയില്ലേ? എന്താ പറയണത്? നമ്മൾക്ക് വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? മഴ വേണം, അല്ലേ? മഴ വേണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം. അപ്പോൾ ഇങ്ങനെ ഇന്നത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞുള്ളൊരു യുക്തിയുണ്ട്. ഈ വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനമില്ല. എന്നും ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനമില്ല. എന്താ കാര്യം വെച്ചാൽ യുക്തിയല്ല വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. യുക്തിയല്ല നമുക്ക് വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്തിയില്ലാത്തൊരു കാര്യമാണ് ദൈവം മറിയത്തോട് പറയണത്. വ്യക്തമല്ലേ? ഒരു യുക്തിയുമില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴേ ഒരു യുക്തിയുമില്ലാത്തൊരു കാര്യമാണ്. എന്താണ് പറയണത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? കാര്യം എന്താണ്? ഞാൻ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു,
അങ്ങനെ ഒരു മാർഗമേ ഉള്ളൂ. അത് നിൻ്റെ യുക്തിയുടെ മാർഗമാണ്, നിൻ്റെ വിശ്വാസത്തിൻ്റെ മാർഗമല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യുക്തിപരമായിട്ട് ഒരു മാർഗം, യുക്തിപരമായിട്ടൊരു മാർഗമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ യുക്തിപരമായ മാർഗത്തിൽ ആ വഴിക്ക് തന്നെ നമ്മളെ ദൈവം സഹായിക്കണം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് ഡാമേജ് ആകണത്. ദൈവത്തിന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? എങ്ങനെ സഹായിക്കാൻ പറ്റും? ഉടമ്പടിയിലൂടെ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഉടമ്പടി രൂപപ്പെട്ട് വരണത്. എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാലാഖ എന്ത് പറയും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ട് പറയും എങ്ങനെ ഉള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. എന്നിട്ട് പറയും നിനക്ക് ഇനി സംശയമാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇപ്പോഴും പ്രഗ്നൻ്റാണ്, അവർ 6-ാം മാസമാണ്, പണ്ടവർ വന്ധ്യയായിരുന്നു എന്ന് പറയും ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയണത് എന്താണ്? യുക്തിപരമായിട്ടല്ലാത്തയും കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമെന്നാണ്. ക്ലിയർ അല്ലേ? നീ IELTS പാസ്സാക്കിയത് നിന്നെ പാസ്സാക്കാതെ നിന്നെ വേണേൽ കർത്താവിന് കാനഡയിൽ കൊണ്ടുപോകാം. ഇറ്റ്സ് വെരി സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ പറയാം നിങ്ങളെ വസ്തു വിൽക്കണം അച്ഛാ, ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മളെ കെട്ടിക്കാൻ വേണ്ടിയാണ് വസ്തു വിൽക്കണത്, അല്ലെങ്കിൽ വീട് വെക്കുക, ആ വസ്തു വിറ്റാൽ മാത്രമേ ഈ വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ നിൻ്റെ വസ്തു വിൽക്കാതെയും കർത്താവിന് നിനക്ക് വീട് വെച്ച് തരാൻ പറ്റും. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണതേ, ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 ശേഷം അപ്പോഴേ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അമ്മ ഉടമ്പടി ചെയ്യണത്. അമ്മ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതാണ് പുതിയ നിയമത്തിൽ ആദ്യത്തെ ഉടമ്പടി വചനം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പം അതിന് മഴ വേണമെന്ന്, കാറ്റ് വേണമെന്നില്ല, മഴ വേണമെന്നില്ല, കാറ്റില്ല എന്ന് പറഞ്ഞേ, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോഴേ ഇതുപോലെയുള്ള കാര്യകാരണ ബന്ധങ്ങളില്ലെങ്കിലും നമ്മളുടെ ഒരു വിശ്വാസിയുടെ കാര്യകാരണം എന്നൊക്കെ പറയുന്നത് വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം മാത്രമാണ്. പിന്നെ ചിലർക്ക് ആ വിശ്വാസത്തിൽ കുറച്ച് വല്ലാത്ത സ്നേഹം കൂടി ഉണ്ടാകും ദൈവത്തോടെ സ്നേഹം കൂടി ഉണ്ടാവും. ദൈവത്തോട് സ്നേഹം കൂടി ഉണ്ടെങ്കിൽ പിന്നെ തുളുമ്പത്തില്ല, ആട്ടമൊക്കെ നിൽക്കണം. അങ്ങനെയാണ് ആൾക്കാർക്ക്. ചിലർക്ക് ഈ വിശ്വാസത്തിൽ ആട്ടക്കാരല്ലേ, അതിൻ്റെ കാര്യം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോട് വിശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് സ്നേഹമില്ല, ഒരു പേഴ്സണൽ റിലേഷൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ആട്ടും. നമ്മളിപ്പോൾ ഒരു കുറ്റിയിട്ടതിന് ശേഷം പിന്നെ അത് ഉറക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് കൂടി അതിൻ്റെ അകത്ത് കോരിയൊക്കെ ഇടത്തില്ലേ ആൾക്കാർ, അതിൻ്റെ അകത്ത് കുറ്റി ഉറക്കാൻ വേണ്ടി ചെയ്യണതാണ്. അതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കൂടെ സ്നേഹം കൂടിയാണ് ഉണ്ടെങ്കിൽ ആട്ടം ഉണ്ടാകത്തില്ല. പിന്നെ യേശുവിനെ ഉദരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ചെയ്തത് എന്താണ്? ഉടമ്പടിയാണ് ചെയ്തത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്താ കാര്യം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞേ, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അത് തന്നെയാണ് കാനായിലെ യോഹന്നാന്റെ സുവിശേഷം 2:5. എന്താ പറയുക? അതും ചോദിക്കണേ എന്താണ്? എങ്ങനെ സംഭവിക്കും? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് നിനക്കും എന്ത്, അതാണ് എങ്ങനെ സംഭവിക്കും, ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. ആ ഡയലോഗ് ചെന്ന് അവസാനിക്കണേ എങ്ങനെയാണ്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അതാണ് ഈശോ പറയണത്. ഈശോ പറഞ്ഞ സമയം ഏതാണ്? ഇപ്പം വിശുദ്ധ യോഹന്നാൻ 2:3 അല്ലേ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോഴേ ഇതിനൊക്കെ ദൈവത്തിൻ്റെ സ്വാഭാവിക അനുഗ്രഹത്തിന് നമുക്ക് ഉടമ്പടിയുടെ ലഭിക്കുന്ന സ്വാഭാവിക അനുഗ്രഹമല്ല, അസ്വാഭാവികമായ അനുഗ്രഹമാണ്. അതാണ് ഉടമ്പടിയുടെ വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് വല്ല നൊവേന വല്ലതും കൂടിയാൽ മതിയായിരുന്നു. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാഭാവിക അനുഗ്രഹമല്ല. എന്താ പിന്നെ? അസ്വാഭാവിക അനുഗ്രഹമാണ് കിട്ടണത്.
എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചോദ്യം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ കല്യാണ വേദിയിൽ പറയുമ്പോൾ ഈശോ ചോദിക്കണത് എന്താണ്? അതിനെനിക്കും നിനക്കും എന്ത്? അതായത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ എന്താണ് സമയം? അവിടുത്തെ യേശുവിൻ്റെ സമയം എന്ന് പറഞ്ഞത് എന്താണ്? അത് മർക്കോസിൻ്റെ സുവിശേഷമാണ് അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 1:15 എന്താണ്? അനുതപിക്കുക, ഏറ്റു പറഞ്ഞേ, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട് സമയം സമാഗതമായിരിക്കുന്നു. പറഞ്ഞേ, അനുതപിക്കുക, സുവിശേഷത്തിലെ വിശ്വസിക്കുക. അപ്പോൾ ഈ വചനം മർക്കോസിൻ്റെ 1:15 വചനമാണ് നമ്മളെ യോഹന്നാൻ്റെ 2:3 വചനമായിട്ട് കണക്ട് ചെയ്യണത്. എന്താണ്? അതിലെനിക്ക് നിനക്കും എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. എന്താണ്? അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷമാണ് സ്വാഭാവികമായി രക്ഷയുടെ കാലം വരുന്നത്. അതാണ് എൻ്റെ വിഷയം. രക്ഷയുടെ കാലം എങ്ങനെയാണ്? അനുതാപത്തിലൂടെയാണ് വരുന്നത്. പക്ഷേ അനുതാപത്തോടെ വരുമ്പോഴും അതിനെല്ലാം നിലനിൽക്കുന്നൊരു ഭൗതിക യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അമ്മ എന്താ പറയുക? അമ്മയുടെ ഒരു നിലപാട്, മരിയൻ നിലപാട് വ്യത്യാസമാണ്, സത്യമായിട്ട് വ്യത്യാസമാണ്. മരിയൻ നിലപാട് ദൈവത്തിൻ്റെ പൊതു നിലപാടിനോട് യോജിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോ മറിയം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശോ, നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഈ കുടുംബനാഥനൊക്കെ നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ കുടുംബനാഥൻ, ഇപ്പം നീയുണ്ട്, ഞാനുണ്ടല്ലേ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു ഉണ്ട്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോഴതാണ് യോഹന്നാൻ 2:2 പറയുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈശോ എന്താ പറയണത്? ഈശോ ആരാണെന്ന് ആ മനുഷ്യനെ അറിയണം. ഈശോ ആരാണെന്ന് അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞിട്ട് അവന് അനുതാപം ഉണ്ടാകണം. അങ്ങനെ അനുതാപം യേശുവിനെ അറിഞ്ഞതിന് ശേഷം, അനുതാപം ഉണ്ടായതിന് ശേഷമാണ് അവർക്ക് അനുഗ്രഹം കിട്ടേണ്ടത്. അതാണ് സുവിശേഷത്തിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ലോജിക്ക് അതാണ്. പക്ഷേ അതേസമയം തന്നെ മരിയൻ ലോജിക്കുണ്ട്. എന്താണ് ലോജിക്ക്? അതായത് ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന 2 മാർഗങ്ങളെടുക്കും. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന 2 മാർഗങ്ങളെടുത്തു. ഒന്ന്, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് 2 മാർഗങ്ങളെടുക്കും. ഒരു മാർഗം എന്താണ്? ഒരു മാർഗം വിശുദ്ധ യെശയ്യായുടെ വചനമാണ്. അനുതപിച്ചാൽ നീ, അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അനുതപിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അതായത് അനുസരിച്ചാൽ, അനുസരണം എന്നാണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ അനുസരിച്ചാൽ അനുതാപം ഉണ്ടായാൽ നിനക്ക് സംഭവിക്കും? അനുഗ്രഹം പ്രാപിക്കും, അല്ലെങ്കിൽ ഐശ്വര്യം പ്രാപിക്കും. അപ്പോഴാദ്യം വരുന്നത് എന്താണ്? അനുതാപമാണ് വരുന്നത് അല്ലേ? അതേസമയം തന്നെ ദൈവത്തിൻ്റെ രീതി തന്നെയാണ്. ഒരു മനുഷ്യനെ ആദ്യം അനുഗ്രഹിക്കും, എന്നിട്ട് അവൻ അനുദപിക്കും. അതും ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ആദ്യം അനുഗ്രഹിക്കും, അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ദൈവം ആരെന്ന് അവന് തിരിച്ചറിയും. അങ്ങനെ അവന് അനുതാപം ഉണ്ടാവും. അതാണ് പത്രോസിന് സംഭവിക്കുന്നത്. പത്രോസ് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഒന്നും കിട്ടാതെ അലഞ്ഞ് വലഞ്ഞ് നടന്ന സമയത്ത് യേശു പറഞ്ഞു, നീ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിക്കുക, നിനക്ക് കിട്ടൂ എന്ന് പറയും. അപ്പോഴേ അതോടുകൂടി ഇവൻ്റെ വള്ളം നിറച്ച് മീൻ കിട്ടും. അതോടുകൂടി എന്ത് പറയും? പത്രോസ് കമന്നിട്ടിച്ച് കർത്താവിൻ്റെ കാലേ വിടും. കർത്താവേ, അറിഞ്ഞില്ല എന്ന് പറയും, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പം 5:8 അതുണ്ട്. അതൊരു ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ്. എന്താണ്? ആദ്യം അപ്പം ഐസിയായിൽ എപ്പോഴും ചെയ്യണം എന്താണ്? ആദ്യം ഇവനെ അനുദപിക്കണം, അതിനുശേഷമാണ് അനുഗ്രഹം കൊടുക്കുന്നത്. ജോഷുവയും അതാണ് ഫോളോ ചെയ്യണത്. 3:5 ജോഷുവ 3:5 എന്താ പറയണത്? നിങ്ങൾ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ അതൊരു പദ്ധതിയാണ്. പക്ഷേ രക്ഷകൻ വാഗ്ദാനം ചെയ്യണവരെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു രീതി.
രക്ഷകനെ വാഗ്ദാനം ചെയ്ത് വചനം മാംസമായി രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അനുഗ്രഹത്തിൻ്റെ കാലമായി. ഇനി അനുഗ്രഹം, അതുകൊണ്ടാണ് അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോഴാണ് പത്രോസിന് അനുതാപം ഉണ്ടാകുന്നത്. നമ്മൾ ഈ വിശുദ്ധ ലൂക്കാസ് വിശേഷം 5:8 വല നിറച്ച് മീൻ കയറി വള്ളം വില്ലിക്ക് വില്ലി പെട്ടക്കണ സമയത്താണ് പറയണത് കർത്താവിനെ അവൻ തിരിച്ചറിയും, യേശു ആരാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് അവൻ കർത്താവെ ഞാൻ പാപിയാണെന്ന് പറയും. അപ്പോൾ മറിയം ഈ രക്ഷയുടെ യുഗമാണ് ഉദ്ഘാടനം ചെയ്യണത്. പഴയ നിയമത്തിൻ്റെ യുഗമല്ല, രക്ഷയുടെ യുഗം. എന്നുവെച്ചാൽ ആദ്യം അനുഗ്രഹം, പിന്നെ അനുതാപം. അതുകൊണ്ടാണ് ഉടമ്പടി വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉടമ്പടിയിൽ വരും. ഉടമ്പടി വരുന്നവർക്ക് അക്രൈസ്തവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാ മനുഷ്യരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. യേശുവിനെ അറിയാവുന്നവരും അറിയാൻ പാടാത്തവരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ അവരെ ദൈവം അനുഗ്രഹിക്കും. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ. സന്ദീപ് സുകുമാർ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അപ്പനും മകനും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ അവൻ്റെ വീടും സ്ഥലമൊക്കെയാണ്. സന്ദീപ് മകനാണ് സാക്ഷ്യം പറയണത്. ഇനി അപ്പം പറയുമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോവും. അപ്പനാണ് സുകുമാരൻ പറഞ്ഞ സാക്ഷ്യം എന്ന് പറയണത്. സുകുമാരൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. എന്നുവെച്ചാൽ അപ്പനും മകനും ഇരുന്നുകൊണ്ട് ആണ് ഈ ഉടമ്പടി പ്രാർത്ഥന ചെയ്യണ വീട്ടിൽ. അതൊരു ഭയങ്കര വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. അതായത് പല ആൾക്കാരും ചെയ്യണത് മകന് വേണ്ടി അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ആണ് ഉടമ്പടി എടുക്കുന്നത്. ഈ സന്ദീപ് സുകുമാറിൻ്റെ വീട്ടിലെ അപ്പനും മകനും കൂടി ഇരുന്നുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യണത്. അവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും, അച്ചുട്ടതുപോലെ ചെയ്തു കൊടുക്കും. അപ്പോഴും സുകുമാരന് ഭയങ്കര വിശ്വാസമാകും. അപ്പോൾ സുകുമാരൻ നോക്കുമ്പോൾ അമ്മേ എനിക്ക് നടക്കാൻ പാടില്ല, ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ. ഇവരൊക്കെ അമ്മയോട് സംസാരിക്കുന്ന രീതികളൊക്കെ ഭയങ്കര രസമാണ്. അമ്മ എനിക്ക് നടക്കാൻ പാടില്ല, എൻ്റെ കാലിൽ ഒരു മുഴ വന്നിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ പൊങ്ങി മേലോട്ട് വരും, അപ്പോൾ എൻ്റെ ജീവൻ പോകും, പിന്നെയും ചവിട്ട് മാറ്റുമ്പോൾ ആ മുഴ താന്നു പോകും. അങ്ങനെ ഇവൻ അമ്മയോട് പറയും. കാര്യം ഇപ്പോൾ അവൻ്റെ വീട്ടിലെ അനുഗ്രഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് എൻ്റെ ഒരു കാര്യം കൂടി. കാരണം ഞാൻ കുറേ മരുന്ന് കഴിച്ചിട്ട് പണിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഇരിപ്പുകാരനായിട്ട് ഞാൻ വീട്ടിലായിപ്പോയി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സാക്ഷ്യം പറയണത്. കാര്യം അങ്ങനെ എന്താ ചോദിക്കുമ്പോൾ ആ ഉടമ്പടി തൈലം എടുത്തിട്ട് ആ മനുഷ്യൻ ഈ ഉണ്ട പോലെ മേലോട്ട് വരുന്ന ആ മുഴയുടെ മുകളിൽ സംഭവം തേച്ചോടുകൂടി അതും പറയണതേ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോഴേ ഇത് കാണാനില്ലെന്ന് ആരോ എൻ്റെ കാലെ പിടിച്ചായിരുന്നു വൈകുന്നേരം വന്ന് രാത്രിയെ. അത് നല്ല രസമാണ് കേൾക്കാൻ. അതെന്താ രാത്രി ആരോ എൻ്റെ കാലെ പിടിച്ചതിന് ഓർക്കുന്നുണ്ട്. അത് ഈ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ. ഈ സഞ്ചാരി മാതാവ് എന്നാണ് പറയണത്. ഉടമ്പടി മാതാവിനെ എന്താ നമ്മൾ പറയണത്? സഞ്ചാരി മാതാവ്. കാര്യം എന്താ? അമ്മ സഞ്ചാരി ആയതുകൊണ്ട് മാത്രമല്ല, അമ്മ സഞ്ചാരി ആണല്ലോ. അമ്മ ബൈബിളിൽ എപ്പോഴും സഞ്ചാരത്തിലാണ് അല്ല. മംഗളവാർത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് പോകും. എലിസബത്ത് തിരിച്ചു വന്നതിന് ശേഷം പ്രഗ്നൻ്റായിട്ട് പ്രസവിക്കാൻ വേണ്ടി ബെത്ലഹേമിൽ പോകും, തിരിച്ചു വരും. അവിടെ നിന്ന് ഈജിപ്തിൽ പോകും. പിന്നീട് കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ദേവാലയത്തിൽ ജെറുസലേമിൽ പോകും. എപ്പോൾ നോക്കിയാലും സഞ്ചാരമാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്നവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഉടമ്പടിയുടെ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ഇപ്പോൾ സുകുമാരൻ പറഞ്ഞാൽ ആരോ രാത്രി വന്ന് എൻ്റെ കാലെ പിടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് പോയ കാലാണ്. ആ മുഴ കാണാനില്ലെന്ന്. ഓപ്പറേഷൻ ചെയ്ത പാടെങ്കിലും കാണും. അമ്മയാണ് നിങ്ങൾ തൊടുകയാണെങ്കിൽ പാടുപോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ഗർഭിണികളൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അവർ പറയും ഡോക്ടറെ ടെർമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ വയറത്തൊട്ട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പേരിൽ മധ്യസ്ഥത്തിലല്ലേ പ്രാർത്ഥിക്കണം. ഈശോ അത് റിജക്റ്റ് ചെയ്യത്തില്ല. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തന്നെ അവർ വന്നിട്ട് മാതാവിൻ്റെ നടയെ വന്നിട്ടല്ലേ അവർ പ്രാർത്ഥിക്കണത്. ഇപ്പം മാതാവിൻ്റെ നടയെ വരയ്ക്കുമ്പോൾ അമ്മ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം അവർക്ക് ഉണ്ടാക്കുമെന്നും പറഞ്ഞല്ലേ അവർ വരണത്. അപ്പോൾ അത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ വിഷയം കൊടുക്കുമ്പോൾ അപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ടിനാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരെ ഉടനെ പ്രാർത്ഥിക്കും. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, പ്രശ്നമുള്ള എല്ലാവരെയും തന്നെ കാണുന്നുണ്ട്. ഉടമ്പടി ഒന്ന് പുതുക്കാലും ഉടമ്പടി എടുത്താൽ മതി. അപ്പം തന്നെ ആൾക്കാരെ സീരിയസ് വിഷയമാണ്. മുമ്പിൽ ടൈം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് ചീട്ട് കിട്ടാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴേ ഒരു സീരിയസ് വിഷയമെല്ലാം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. സീരിയസ് വിഷയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്താ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആഴമായിട്ട് ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളായത് അമ്മയെ ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കണ്ട ആളാണ് 2 പ്രാവശ്യം. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇവരെ തൊടണത്. അല്ലാതെ എൻ്റെ ഒരു സങ്കല്പത്തിലാണ് ഞാൻ സെമിനാരി എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അക്കാഡമിക് ഫെയ്ത്തിൻ്റെ ഉദ്ദേശത്തിലൊന്നുമല്ല തുടർന്നത്. ഞാൻ കണ്ട അമ്മ ഞാനല്ലേ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിൽ ഞാൻ തുടർന്നത്. അമ്മ ജപ്തി നടപടിയാണെന്ന് പറയുന്നത് അത് നടക്കരുതെന്ന് പറയും. അത് നടക്കരുത്. കാര്യം അവർക്ക് ജീവിക്കണ്ട വീട്ടിൽ, വേറെ എവിടെ പൊളിച്ചത് എടുത്തുകൊണ്ട് പോകാനാണ് എന്ന് പറയും. അതെന്താ കാര്യം വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം എമർജൻസി കേസ് എല്ലാം എടുത്ത് മാറ്റുകയാണ്. പക്ഷേ നിങ്ങൾ കൂടി അതുപോലെ ഒരു വിശ്വസ്തയോടെ നിൽക്കണം. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ സാക്ഷ്യം തന്നെ, ആ സാക്ഷ്യം അങ്ങനെ വരാൻ കാരണം ആ മനുഷ്യൻ ഇത് കണ്ടിട്ട് ദൈവത്തോട് എനിക്ക് പണിക്ക് പോകണം അമ്മയെന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു പരാബ്ധം വന്നാലേ അത് പറയാൻ ഇന്ന് നമുക്ക് കൃത്യമായ ആളുണ്ട്. അല്ലാതെ ഒക്കുവായി പറഞ്ഞേക്കാം. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അച്ചിട്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ആൾക്കാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ലാഗ് ചെയ്യണത് വെച്ചാൽ ഇവരിങ്ങനെ ഒക്കുക ഒത്താ കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അഴകുഴമ്പൻ രീതിയിൽ ഉടമ്പടി ചെയ്യത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അച്ചിട്ട പോലെ അങ്ങനെ ചെയ്തേക്കണം. എന്താണ്, ഇതെൻ്റെ വിഷയമല്ല, അമ്മയ്ക്ക് ഞാൻ ഈ വിഷയം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, സഹോദര സ്നേഹത്തോടെ ജീവിക്കും. 2 കാര്യമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് വിശുദ്ധിയും, രണ്ടാമത്തത് സഹോദര സ്നേഹവും. സഹോദര സ്നേഹം ഒരു സീരിയസ് വിഷയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിലെ 2-3 സാക്ഷ്യങ്ങൾ സഹോദര സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം വെച്ചാൽ, അതായത് നമ്മളെ ഫാദേഴ്സ് കണ്ടന്റ് എന്ന് പറയും. നമ്മുടെ ഈ സാക്ഷ്യം കാണുമ്പോൾ ഒരു ആകർഷിപ്പുണ്ടാകണം. നമ്മുടെ ഉടമ്പടി കാണുമ്പോഴേ ഒരു ആകർഷിപ്പുണ്ടാകണം. ആരാകർഷിക്കണം? പിതാവ് ആകർഷിക്കണം. ഈശോ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവന് ഞാൻ തള്ളത്തുമില്ല. അത് ഈശോ പറഞ്ഞ കാര്യമാണ്. അതായത് പിതാവിൻ്റെ ഒരു ആകർഷണം നിങ്ങളുടെ സാക്ഷ്യത്തിനുണ്ട്, നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിനുണ്ടാകണം. പിതാവിൻ്റെ ഒരു ആകർഷണം. ഇപ്പോൾ 6:44 ആ വചനമുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6:44 നേരിട്ട് പറഞ്ഞ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല. അത് കൃത്യമല്ലേ? അതല്ലേ ശരി. അതായത് പിതാവ് ത്രൂ വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഭർത്താവും ഭാര്യയും ഉടമ്പടി എടുത്തിരിക്കുകയെ, പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് വൈഫിനോട് ഹസ്ബൻഡ് പറയും, എടി നമുക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല. എന്താ കാര്യം, നമ്മൾ നല്ല കത്തോലിക്കരാണ്, മാന്യം മര്യാദയ്ക്ക് ജീവിച്ച് പള്ളിയിലൊക്കെ പോയി നമുക്ക് ആവശ്യമായ കാര്യത്തിനെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും നമുക്കൊരു മുട്ടിപ്പുമില്ല. നമ്മളെ ദൈവം നമുക്ക് കുടുംബപ്രാർത്ഥന നടത്തുന്നുണ്ട്, നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തിനാണ് ഉടമ്പടി എടുക്കണം? നമുക്ക് എല്ലാം ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനാണ് എടുത്ത് ചാടി? അത് കണ്ണൂർക്കാരാണ്, ഇവിടം വരെ വന്ന് പോകണമെങ്കിൽ കുറേ കാശ് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് വൈഫ് എടുക്കാൻ പോകുമ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. അവസാനം പക്ഷേ വൈഫ് ഒരു റീസണബിൾ ലേഡി ആയത് കാരണം ഹസ്ബൻഡ് അന്തിമ നിമിഷം വൈഫ് എന്നാ ചെയ്യണം അതനുസരിച്ച് പുള്ളി സഹകരിച്ച് കൊടുക്കുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു, അപ്പോൾ ഞാൻ പോകണം, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, എനിക്ക് ഉടമ്പടിക്ക് എടുക്കാനുള്ള വിഷയമുണ്ടെന്ന് പറയും. അത് വിഷയം പറയത്തില്ല, എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള വിഷയമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, എന്നാൽ നീ ചെല്ലെന്ന് പറയുമ്പോൾ പുള്ളിക്കാരനും കൂടി കയറി വരും, വൈഫിൻ്റെ കൂടെ വരും. ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത കാര്യമൊന്നും ഇയാളോട് പറയും, വിഷയമൊന്നും പറയത്തില്ല. നീ എന്താ നീ ഉടമ്പടി എടുത്തത് പറയാം, അമ്മ ചെയ്യുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയും. അതാണ് അതിൻ്റെ അകത്തൊക്കെയുള്ളൊരു വല്ലാത്തൊരു വിശ്വാസമാണതേ. എന്താണ്, അമ്മ ചെയ്യുമ്പോഴത് നിങ്ങൾ കണ്ടാൽ മതി. എന്താണ്, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമ്മ ആ വിഷയം ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച പിന്നെ പ്രശ്നം തീർന്ന്. അതാണ് അവരുടെ ആ സാക്ഷി കിടക്കുന്നുണ്ടെന്നു കാണണം കേട്ടോ, നല്ല സാക്ഷ്യമാണത്. അപ്പോൾ ഇവർ പറയും, നീ വെറുതെ കൊണ്ടേ ഉടമ്പടിക്ക് തലവെച്ച് കൊടുത്തു വല്ല കാര്യമുണ്ട്, അങ്ങനെയല്ല പറയണത്. നീ ഇതൊക്കെ പാലിക്കുക, ഇതൊക്കെ അവസാനം
ഒരു കണ്ണൂർ ഭാഷയുടെ പുള്ളി പറയണത്. അവസാനം ഇത് പണിയായി മാറുക എന്നാണ്. കാര്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ 8:30 മണിയാവും. പിന്നെ എങ്ങനെയാണ് 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്? ഇത് നമുക്ക് പണിയാകുമെന്നാണ് പുള്ളി ചോദിക്കണത്. അപ്പോഴേ പുള്ളി ഇല്ല, ഞാനത് ചെയ്തോളാം, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയും. 20 ദിവസത്തോളം ഇവരങ്ങനെ ചെയ്യും. 20 ദിവസത്തോളം ഇവർ ഉടമ്പടി ചെയ്യും. അപ്പോഴും 20 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേക്കത്തില്ല. പക്ഷേ എഴുന്നേക്കത്തില്ലെങ്കിൽ സപ്പോർട്ടീവാണ്, അവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവാണ്. പക്ഷേ 20 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് ഈ മനുഷ്യൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്യും. ഇങ്ങേരും വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് കൂടും. ഇങ്ങേരും വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് കൂടും. പക്ഷേ എന്നാ പറ്റി? പെട്ടെന്നാണ് പിന്നെ ഫയലെടുത്തത് അമ്മ. എന്താ വിഷയം വെച്ചാൽ, വൈഫ് വെച്ചിരിക്കുന്ന വിഷയം, ഇവർ തറവാട്ടിൽ നിന്ന് പോകുന്നൊരു കുറേ നാളായി. പക്ഷേ അനുജനാണ് അവിടെ താമസിക്കുന്നത്, അനുജനും ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത്, അവിടെ മക്കളും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ ഒരു മെച്ചമായ വീട്ടിലേക്കാണ് താമസിക്കുന്നത്. തറവാട് പഴയതാണ്. അപ്പോഴേ അനുജന് ഒരു വീടില്ല. ഇവരുടെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡിൽ അവരും ജീവിക്കണ്ടേ. അത് കാരണം അവരുടെ വീട്ടിൽ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞ് അനുജന് വീടില്ലാത്ത വിഷയമാണ്. ഭർത്താവിൻ്റെ അനുജന് തറവാട്ട് വീടില്ലാത്ത അവസ്ഥയിൽ അമ്മയടുത്ത് വന്നിട്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ്. എന്താണ്? അനുജന് വീട് വേണം, സ്ഥലവും വാങ്ങിക്കണം. ഇപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ഹസ്ബൻഡ് കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ 5 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ടാണ് ഇവർ സ്ഥലം വാങ്ങിച്ച്. എനിക്കൊണ്ട് ആ സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെ നല്ല അയാളെ പറയുന്ന ആ ചേട്ടൻ തന്നെയാണ് സാക്ഷ്യം പറയണത്. ചേട്ടൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞത്. അതേ സ്ഥലം വാങ്ങിച്ചു അനുജൻ. ഇവരാരും അറിയുന്നില്ല. അനുജൻ പോലും അറിഞ്ഞു കാണത്തില്ല ഇതാണ് അമ്മ ചേർത്തി പറ്റിച്ച പണിയാണെന്ന് അറിയത്തില്ല. അതായത് ഇങ്ങനെ നമ്മളൊരു മനസാക്ഷിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കണമെന്ന് കണ്ടാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം വാങ്ങിച്ചിട്ട് അവർ ചേട്ടായി പറയണത് വലിയ വിലയുള്ള 2 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ളതാണ്. വളരെ വില കുറച്ച് അവർക്ക് കിട്ടി. അപ്പോൾ അതിനെ കുറച്ച് നല്ല വിലക്ക് വിറ്റാലും അവർക്ക് വീട് വെക്കാൻ പറ്റും. പക്ഷേ വീട് വെച്ചിപ്പോൾ അപ്പോൾ ഇങ്ങനെ, അതായത് ഇത് കണ്ട് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിങ്ങനെ മാറി മറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം പെട്ടെന്ന് നടന്ന എന്താ കാര്യം? അത് ഈ ഫാദിസ് കണ്ടൻ്റാണ്. എന്ന് വെച്ചാൽ പിതാവ് ആകർഷിക്കുന്ന കുറച്ച് സാധനം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പല ഉടമ്പടി നോക്കുമ്പോഴും വികർഷണമാണ് നമുക്ക് വരണത്, വികർഷിക്കും. പക്ഷേ ഇവിടെ ഈ ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കുന്നത്, പിതാവിൻ്റെ അംശം അതിൻ്റെ അകത്തുണ്ട്. പിതാവ് എന്താ പറഞ്ഞത്? അന്ന് നമ്മളെ പിതാവിൻ്റെ പ്രാർത്ഥനയില്ലേ, എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. അതാണ് വിഷയം. അവിടെ എന്താ പ്രശ്നം? സഹോദരനുണ്ട് അവിടെ. വീടായാലും ആഹാരമായാലും സ്ഥലമായാലും ജോലിയായാലും വിദ്യാഭ്യാസമായാലും നിൻ്റെ സഹോദരനെ കൂടി അതിൻ്റെ അകത്ത് കവർ ചെയ്താൽ ഫാദിയസ് കണ്ടൻ്റായി, ആകർഷിപ്പുണ്ടാവും ഉടനെ. അതാണ് ഉടമ്പടിയുടെ ഒരു ടെക്നിക്ക് എന്ന് പറയണത്. ഇപ്പം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഉടമ്പടി പൊങ്ങത്തില്ല, എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമായിട്ട് മാറും. നമ്മൾ ഉടമ്പടിയെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നത് അതിൻ്റെ അകത്തുള്ള സഹോദര സ്നേഹമാണ്. കാര്യം അവൻ പറയണത് പോലെ ചെയ്യുകയാണല്ല ഉടമ്പടി. അവൻ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അതിൻ്റെ അകത്താണ് ഈ പ്രാർത്ഥനയെല്ലാം വരണത്. 6-ാം അധ്യായത്തിലെ 9 വരെയുള്ള വചനങ്ങളെല്ലാം വരണത്. അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എല്ലാം ഞങ്ങളായിട്ടാണ് വരണതെല്ലാം. സഹോദരനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് സഹോദരൻ ആരുമാകാം, ഇല്ലായ്മക്കാരനെല്ലാം സഹോദരനാണെന്ന് നമ്മൾ തിരിച്ചറിയണ സമയത്ത് വെച്ചാണ് നമ്മൾ 2ാമത്തെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓർമ്മയോടെയുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ഓർമ്മയില്ലാഞ്ഞല്ലോ, അല്ലേ? തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടി വന്നാണ് നമ്മളെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്, ഓർമ്മയില്ല. പക്ഷേ എന്താ പ്രശ്നത്തിൽ, ഇല്ലായ്മക്കാരൻ എല്ലാം നമ്മുടെ സഹോദരനാണ് എന്ന് ഒരാൾ തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് അവൻ്റെ 2ാമത്തെ ജ്ഞാനസ്നാനം വരണത്. അവൻ കറക്റ്റ് ക്രൈസ്തവനാകുന്നത് അങ്ങനെയാണ്. നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പദോഷം മാറ്റി നമ്മളെ കർമ്മദോഷം ഉണ്ടെങ്കിൽ അതും മാറ്റി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും, അപ്പോൾ മോക്ഷരാജ്യത്തിൻ്റെ അവകാശികൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ സഹോദരി അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ എന്നാണ് ഇല്ലായ്മക്കാരെ സഹോദരനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഇല്ലായ്മക്കാരൻ ചിലപ്പോൾ വേറെ ഒരു മതസ്ഥനായിരിക്കാം, വേറെ ജാതിക്കാരനായിരിക്കാം,
സ്വന്തം സഹോദരൻ തന്നെ ആകണമെന്നൊരു നിർബന്ധമില്ല. ഇല്ലായ്മക്കാരൻ, ആ ഇല്ലായ്മ എന്നുള്ള സംഭവം ദൈവം ഏത് വിധിനെയും ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ്. കാറ്റില്ല, മഴയില്ല, രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ലെന്നാണ് ഈ പറഞ്ഞത്. പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഈ ഇല്ലായ്മ തന്നെയാണ് നമ്മൾ സഹോദര സ്നേഹം അതിൻ്റെ അകത്ത് നിറച്ചിട്ട് എല്ലാവരുടെയും ഇല്ലായ്മ നമ്മൾക്ക് ദൈവത്തിരുസ്ഥിതി സഹോദര ബുദ്ധിയ വെക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത ഉടമ്പടി പെട്ടെന്നാണ് അത് നടക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിലുള്ളൊരു സംഭവമാണ് എന്താ ഉള്ളത്? സഞ്ചാരം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സഞ്ചാരി മാതാവെന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? ഉടമ്പടി ചെയ്യുമ്പോൾ മോസസ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യും. ദൈവം എല്ലാം ഉടമ്പടിയിലേ ചെയ്യത്തുള്ളൂ. മോസസ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം എന്താ പറയണത്? ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇപ്പോൾ 33:14. അപ്പോൾ 14 ഈ ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്താണ്? പുറപ്പാട് 33:14. ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്താണ്? ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് സഞ്ചാരമാണ്, ദൈവത്തിൻ്റെ സഞ്ചാരമാണ്. അത് ഉടമ്പടിയിലെ വാഗ്ദാന പ്രകാരമുള്ളതാണ്. അപ്പോൾ മോസസ് പറയും, അത് ശരിയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ എങ്ങനെ വരികയാണെങ്കിലുണ്ടല്ലോ ഞങ്ങൾ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്ത് രസമാണെന്നാ, ബൈബിളിൽ ഏറ്റവും യൂത്തായിട്ടുള്ള വാക്കാണത്. കാര്യം ഈ മനുഷ്യൻ, ഈ ഇസ്രയേൽക്കാരൻ്റെ വാക്കാണതേ. ഇസ്രയേൽക്കാരൻ അന്നും ഇന്നും ഡിഫറൻ്റായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവൻ ഡിഫറൻ്റാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇസ്രയേൽക്കാരൻ വേറൊരു രാജ്യം വിലക്ക് പിടിക്കാൻ പോകണം, ഗ്രീക്കിലൊരു ദ്വീപ്. എന്താ, ആദ്യകാലം മുതൽ ഒരു മൗലിക ജനതയുടെ ഒരു അഭിവാഞ്ചിയാണ് മേക്ക് എ ഡിഫറൻസ്, ഒരു വ്യത്യസ്തത ഉണ്ടാകുക. അതുകൊണ്ടാണ് മോസസാണ് ഇത് ആദ്യം പറയണത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അത് 33:16 അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ പറഞ്ഞേ, വരികയാണെങ്കിൽ ഞങ്ങള് ഭൂമുഖത്തെ വ്യത്യസ്തമായ ഒരു ജനതയായിരിക്കും. അതാണ് ഈ ഉടമ്പടി നിങ്ങളെ വ്യത്യസ്തമാക്കും. അത് ഭയങ്കരമാണ് സംഭവം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കും. അതിൻ്റെ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളും സാക്ഷ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ മനുഷ്യൻ ഭയങ്കരമായി വ്യത്യസ്തനായി മാറണ കാണാം എല്ലാ തലങ്ങളിലും. പക്ഷേ വ്യത്യസ്തനാകണത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ കൂടെ വരണത് എന്തുകൊണ്ടാണ്? കാര്യം മോസസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 33:16 മോസസ് ഒരു കാര്യം ദൈവത്തോട് പറയും. അതായത്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ എന്താ പ്രശ്നം? അങ്ങേക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്നായിരിക്കും ജനങ്ങൾ കരുതണത്. അതാണ് വിഷയം. അത് ഭയങ്കരമായ ഒരു ഉടമ്പടി വചനമാണ്. എന്താ പറയണത്? 33:16 എന്താ പറയണത്? പുറപ്പാടിൻ്റെ പുസ്തകം 33:16 എന്ന് പറഞ്ഞ അങ്ങ് 33:17 അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്ന് മറ്റു ജനങ്ങള് കരുതും. അപ്പൊ ദൈവത്തിന് നമ്മളുടെ കൂടെ വരിക എന്നുള്ളത് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ മേൽ പ്രീതി ഉള്ളത് കൊണ്ടാണ്. അതാണ് വിഷയം. പ്രീതി എന്ന് പറയണത് ഉടമ്പടിയിൽ നമ്മൾ ഒത്തിരി കാര്യം ചെയ്യും. അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനാണ്? പ്രീതി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്തിരിക്കണത്? അവൻ പറയണത് പോലെ ചെയ്യുക. അവനെന്താ പറഞ്ഞത്? നിങ്ങൾ 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, അല്ലേ? അപ്പോൾ അതാണ് യോഹന്നാൻ മന്ദാനയിലൂടെ വന്നിട്ടുള്ള പ്രാവാചികമായ നിർദ്ദേശമാണത്. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ കർത്താവ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം നൽകി. അപ്പോൾ ഇതെല്ലാം, വസ്ത്രം കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, ഇതെല്ലാം അവൻ പറഞ്ഞ കാര്യങ്ങളാണ്.
അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് അച്ഛൻ്റെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ എല്ലായിടത്തും നടന്നവർ നിലവിളിച്ചും കാര്യം കൂവിയൊക്കെ ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര രോഗികളെ കണ്ട് ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തിട്ട്? ആ രോഗികളെ കണ്ടൊന്നുമില്ല അച്ഛാ, എൻ്റെ അമ്മ തന്നെ രോഗിയാണല്ലോ അന്ന് ഞാൻ വിചാരിച്ചെന്ന്. അതാണ് അവിടെയും ദൈവത്തിൻ്റെ വായിൽ പുട്ടിടാനുള്ള പരിപാടിയാണ്. വെച്ചാൽ ഇവർ ചെയ്യാനുള്ള ഒന്നും ചെയ്യത്തില്ല. ഇവിടെ തല കൈവെക്കുമ്പോൾ തന്നെ ഇവർ ഫ്രോഡാണെന്നുള്ളത് കർത്താവ് പറയും. ഇവർ ഉടമ്പടി എടുത്തു പോയതേ ഉള്ളൂ, ഇപ്പോൾ ഉടായ്പിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് എത്തിയിരിക്കുകയാണെന്ന് പറയും. ഉടനെ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്യും. കാര്യം ഉടായ്പാണെന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അവരെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ല. അപ്പം തന്നെ മുഖത്ത് നോക്കി ചോദിക്കും, എത്ര പത്രം കൊടുത്തു, എവിടെ കൊടുത്തു, ആർക്കെല്ലാം വസ്ത്രങ്ങൾ കൊടുത്തു, വസ്ത്രം ഉണ്ടോ വീട്ടിൽ? ആദ്യം വസ്ത്രം ഉണ്ടോ എന്ന് ചോദിക്കും, എക്സ്ട്രാ ആയിട്ടുള്ളത് പഴയതുണ്ടോ, അതുപോലെ അലക്കി വെച്ചിരിക്കണം. അപ്പം പറഞ്ഞാൽ അലക്കി വെച്ചിരിക്കണം വെച്ചാൽ ഒരു കുഴപ്പമില്ല. അവരെന്താ വിചാരിക്കണത്? അലമാര തുറക്കുമ്പോൾ ഓരോ ഉടുപ്പ് ചാടി പുറത്ത് വീഴും. പഴയ ഉടുപ്പൊക്കെ 5 കൊല്ലം 10 കൊല്ലമുള്ള ഉടുപ്പ്. അപ്പോൾ ഇവർ കിടന്ന് കാറും, ദൈവമേ ഒരു അലമാര കൂടി മേടിക്കണം. എത്ര പ്രാവശ്യം ഞാൻ പറയണതാണ് ഇവന്മാരോട്, എന്തിനാണ് ഈ സാധനം പഴയ സാധനം എല്ലാം എടുത്ത് വെക്കാൻ, അപ്പോഴും ആർക്കും കൊടുക്കത്തില്ല. ഇവരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കണത്. അതാണ് അവർക്ക് പ്രശ്നം പറയണത്. സഹോദരൻ ആ ഫാദേഴ്സ് കണ്ടൻ്റ് അടുത്ത് ഇല്ല. കർത്താവിൻ്റെ വചനത്തിന് ആർക്കും അർത്ഥകയ്ക്ക് ഉപ്പ് തക്കത്തില്ല. ചിലർ ഭയങ്കര പുടിഞ്ഞ പ്രാർത്ഥനയായിരിക്കും, പക്ഷെ ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ആരെയും സഹായിക്കത്ത പോലുമില്ല. ഒരു ആശുപത്രി ഒരു ബൈസ്റ്റാൻഡറായിട്ട് പോലും പോയി നിൽക്കത്തില്ല. അവർക്ക് എല്ലാവരും സഹായിക്കും അവരെ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, അച്ഛൻ ഞാൻ അവരുടെ അടിച്ചതിനകത്ത് കയറത്തില്ല. കാര്യം എന്താണ്? ഇവർ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി കിടന്ന കാലത്ത് ഞാനാണ് അവരെ പോയി സഹായിച്ചത്. ഞാനിന്നാണ് നടുപൊടിഞ്ഞ് കിടന്നിട്ട് ഒരു പട്ടിയും വന്നില്ലെന്ന് പറയും. അങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആനുകൂല്യങ്ങൾ നമ്മൾ അടിച്ചു മാറ്റും. അവർക്ക് ആപത്ത് വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതാണ് വിഷയം. അപ്പോൾ അവരെല്ലാം തിരിച്ച് വരണം. തിരിച്ച് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, എന്താ തിരിച്ചു വരണമെന്ന് പറഞ്ഞാലേ, അപ്പോൾ പ്രോസസ്സ് 33 പറയുന്നില്ല. എന്താണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതി ഇല്ലെന്നാണ് ജനങ്ങൾ കരുതത്തുള്ളൂ. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളോട് പ്രീതിയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പ്രീതിയുണ്ട്, നമ്മളോട് പ്രീതിയുണ്ട്. ദൈവത്തിന് നമ്മളോട് വേണ്ടത് ഒരു പ്രീതിയാണ്. അപ്പോഴാണ് നമ്മൾ ദാസനാകണത്, ദാസിയാകണത്. അപ്പോൾ ദൈവം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞില്ലേ ലൂക്ക 1:38. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു കൊടുത്തതാണ്, അപ്പായ്ക്ക് നിൻ്റെ മേൽ പ്രീതിയുണ്ട് കേട്ടോ, നീ ദാസിയാണ് കേട്ടോ. അത് കാരണം പ്രീതി ഇല്ലെങ്കിൽ നീ ദാസിയല്ല. അപ്പായ്ക്ക് നിൻ്റെ മേൽ പ്രീതിയുണ്ട്, അതുകൊണ്ട് നീ ദാസിയാണ്. അപ്പയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ദാസിയെന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം? മറിയത്തോട് പ്രീതിയുണ്ട്, മറിയത്തോട് പ്രീതിയുണ്ട്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചെൻ്റെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ 12:18 വായിക്കത്തില്ലേ മത്തായിയുടെ സുവിശേഷത്തിലെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീതി നമ്മളോട് പ്രീതി ദൈവത്തിനുണ്ടാകുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദാസനാകണത് അല്ലെങ്കിൽ ദാസിയാകണത്. പക്ഷെ നമ്മളോട് പ്രീതി ഉണ്ടാകണത് എപ്പോഴാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നിപ്പിക്കേണ്ട അടിസ്ഥാന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അങ്ങനെ ഒരു ദാസനായില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ദാസി ആയില്ല, കർത്താവ് പറഞ്ഞ പോലെ അല്ല ജീവിക്കണത്, ദത്താൻ്റെ വചനം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള എന്താണ്? ദൈവം ഉടനെ കാര്യം പറയും. എന്താ മോസസിനോട് എന്താ പറഞ്ഞത്? മോസസ് എന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ കൂടെ വരണമെന്നല്ലേ പറയണത് മോസസ്. നീ ഞങ്ങളുടെ കൂടെ വരണം, വന്നാൽ വി വിൽ ബി ഡിഫറെൻറ്റ് പീപ്പിൾ. പുതിയ ജനങ്ങളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഭൂമുഖത്ത്. പക്ഷെ വന്നില്ലെങ്കിലോ അങ്ങക്ക് ഞങ്ങളുടെ പ്രീതിയില്ലെന്നായിരിക്കും ജനങ്ങൾ കരുതുക. അപ്പോൾ ദൈവം എന്താ പറയണത്? നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നല്ലേ പറയണത്. നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഒരു ദാസനാളെ വിളിക്കണമെങ്കിൽ, ഒരു ദാസിയാനെ വിളിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സഞ്ചാരം നടക്കും. സഞ്ചാരി മതം അങ്ങനെ ഉണ്ടാകണത്.
ഒരു ദാസനാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പാതേസ് കണ്ടൻ്റുള്ള ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സുകുമാരൻ എന്താ പറയണത്? രാത്രി ആരോ എൻ്റെ കാലെ പിടിച്ചു, രാവിലെ നോക്കിയപ്പോൾ എൻ്റെ മുഴ കാണാനില്ല, എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്, അമ്മയാണ് പിടിച്ചത്, എന്നെ കരയണം ആ മനുഷ്യൻ നിന്നുകൊണ്ട്. എന്താണ്? സഞ്ചാരി മാതാവ് വീട്ടിൽ ചെന്നാണ്. എന്താ കാര്യം? പ്രീതിയോടെയാണ് സന്ദീപും സുകുമാരനും ജീവിക്കണത്. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അപ്പനും മകനും ഇവിടെ പറയണത്, സാക്ഷ്യത്തിൽ പറഞ്ഞ കേൾക്കാൻ നല്ല രസമാണ്. ഞാനിവിടെ ദൈവമേ ഇതുപോലെ ക്രിസ്ത്യാനി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെന്ന്. അതാണ് വിഷയം. വ്യത്യാസമുണ്ടേ, ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്കിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഒടിഞ്ഞ് തല്ലി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുതരം ചാഞ്ചാട്ടത്തിലാണ് എല്ലാവരും അല്ല, ചിലരൊക്കെ പ്രാർത്ഥിക്കണത്. ഒരു മാറ്റമില്ല അതിൻ്റെ അകത്ത്. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് റോ ഫെയ്ത്തിലേക്ക് വരണം. റോ ഫെയ്ത്തേക്ക്, അതായത് നല്ല കറക്റ്റ് ഫെയ്ത്തിലേക്ക് വരണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ ഫാദേഴ്സ് കണ്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? പിതാവിൻ്റെ വചനം പോലെ, പിതാവ് പറഞ്ഞതുപോലെ, പിതാവ് പറഞ്ഞ പോലെ, സഹോദരനെ പോലെ അവൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവന് വേണ്ടി കൂടി ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇടണം. ഇപ്പം നമ്മുടെ ബസ്സിലൊക്കെ കയറുമ്പോൾ വികലാംഗർ എന്ന് എഴുതി വെക്കത്തില്ലേ? ഇല്ല, എന്താ കാര്യം? അത് സംവരണ സീറ്റാണ്. അവന് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരു കയറി ഇരുന്നാൽ അവൻ്റെ കാല് തല്ലി ഒടിച്ച് അവനെ വികലാംഗനാക്കണം. അല്ലെങ്കിൽ പിന്നെ അവന് അർഹതയില്ല. കാര്യം അവരുടെ സീറ്റ് അതിന് വേണ്ടിയുള്ളതാണ്. അവിടെയും കയറിയാണ് ആൾക്കാർ ഇരിക്കുക. അതാണ് രസം. അപ്പം പുറത്തിരിക്കണ കാണാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇപ്പം വികലാംഗർ അല്ലെങ്കിൽ വികലാംഗർ ഇപ്പോൾ പറയാൻ പാടില്ലല്ലോ അല്ലേ, അവർ ചാലഞ്ചഡ് പീപ്പിളാണ്, ഫിസിക്കലി ചാലഞ്ചഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരു സംവിധാനം, ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലൊരു സ്പേസ്, ഒരു സീറ്റ്. ഇപ്പം സ്ത്രീകൾ, കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഗർഭിണികൾ, അവർക്കൊരു സീറ്റ്, 1-2 സീറ്റ് ഒരു വാഹനത്തിൽ എങ്ങനെ ഗർഭിണി നിന്നുകൊണ്ട് പോണത്? ഒരിക്കലും പറ്റത്തില്ല, നടക്കാത്ത കാര്യമാണത്. എന്നാലും അവർ നിൽക്കും, പാവത്തങ്ങൾ സീറ്റ് കിട്ടില്ല നിൽക്കും. കാര്യം അത് അവർക്ക് സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ് ഗർഭിണികൾക്കെല്ലാം. വികലാംഗർക്ക്, സ്ത്രീകൾക്ക് മാത്രമല്ല, ഗർഭിണികൾക്ക് മസ്റ്റായിട്ട് സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ്. പിന്നെ രോഗികളുണ്ടെങ്കിൽ രോഗികളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച രോഗികൾക്കും സീറ്റ്. ആരൊക്കെ ഉള്ളവർ നിൽക്കട്ടെന്നേ, എന്താ പ്രശ്നം? രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരാളാണ്, അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കൊരു സീറ്റ് കൊടുക്കണം. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാനുണ്ട്, ഇനിയും സീറ്റ് കൊടുക്കാനുണ്ട്. ഇതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് സീറ്റ് കൊടുത്താൽ, അത് ജാതിയും മതവും നോക്കാതെ, ഇല്ലായ്മക്കാരനാണല്ലോ സഹോദരൻ എന്ന് പറയണത്. ആർക്കാണ് ഇല്ലായ്മ ഉള്ളത് അവൻ നമ്മുടെ സഹോദരൻ. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുമ്പോൾ ഫാദേഴ്സ് കണ്ടൻ്റ് ആകും. എന്താണ്? ഞങ്ങൾ അതിന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആ മേഖലയിലുള്ള പിതാവിൻ്റെ ഒരു സ്വരമാണ്. ഇതെന്താ പ്രശ്നം? ഇത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാവോ? ഇപ്പം ദൈവം, ഈ സഞ്ചാരം, ദൈവം എന്തുകൊണ്ടാണ് സുകുമാരൻ്റെ വീട്ടിൽ ചെന്നത്? എന്തുകൊണ്ടാണ് അമ്മ ചെന്നത്? കാര്യം മോസസ് ഈ ഉടമ്പടി സഞ്ചാരമുള്ളത് കൊണ്ടാണ്. അത് പാക്കേജിൻ്റെ ഭാഗമാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? വർക്കൗട്ട് ചെയ്യണത് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ബൈബിൾ മുഴുവനും വാഗ്ദാനമാണ്. വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം പ്രാപിക്കുന്നത് ഏറ്റവും എഫിക്കസി ആയിട്ടുള്ള പ്രയർ എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താണ്? അമ്മ ഉടമ്പടി ചെയ്താണ് യേശുവിനെ ഗർഭം ധരിച്ചത്. അമ്മ നമ്മുടെ ഇല്ലായ്മ വെള്ളം കുടുംബ വീട്ടിൽ കൂടെ കല്യാണ വീട്ടിൽ വിഞ്ഞു തീർന്നു പോയപ്പോൾ ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോനെ അമ്മയ്ക്ക് കിട്ടിയത്. ഈശോനെ ലോകത്തിലേക്ക് കൊടുക്കാനും ഈശോയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി അമ്മ പറഞ്ഞത് എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഗർഭിണിയായത്, ഞാൻ ഇങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത്, ഞാനിങ്ങനെ കർത്താവിൻ്റെ വചനം പോലെ ഇതിനും നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈശോനെ ഉദരത്തിൽ സ്വീകരിച്ചതും ഹൃദയത്തിലും. അതുപോലെ നിങ്ങൾക്ക് ഈശോനെ വേണമെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്താ ഈശോനെ സ്വീകരിക്കാൻ ചെയ്തത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ, നമ്മൾക്കും ഇതുപോലെ ദൈവത്തോട് ഉടമ്പടി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോഴാണ് മോസസ് പറയുന്ന ഒരു വാക്കിന് വീണ്ടും പ്രസക്തി വരികയും. എന്താണ് മോസസ് പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ ഇവിടെ വന്നില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്നായിരിക്കും മറ്റുള്ളവർ കരുതുക. അപ്പോൾ ദൈവം എന്താ തിരിച്ചു പറയണത്?
ഇപ്പം ഈ 33:14 അല്ല അങ്ങനെ തിരിച്ച് 17, 18, 19 വരുമ്പോഴേ ദൈവം തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയുന്നത് എന്താണ്, നീ പറഞ്ഞ ഈ കാര്യവും എന്താണ്, നിൻ്റെ കൂടെ വരണമെന്നുള്ള കാര്യവും ഞാൻ ചെയ്യും. എന്താ കാരണം? എനിക്ക് നിന്നെ അറിയാം. അതാണ് വിഷയം. അതായത് 33:17 അല്ലേ? 33:17 നീ ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെ ചെയ്തു തരണം. എന്തുകൊണ്ടാണ്? എനിക്ക് നിന്നെ അറിയാം. അപ്പോഴേ ഇതൊരു ഭയങ്കരമായ ഒരു അപകടം പിടിച്ച വിഷയമാണ്. ഇത്രയും നേരം ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്താ കാര്യം? ദൈവത്തിന് പ്രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഞ്ചരിച്ച് വീട്ടിലെത്തുമെന്നുള്ളൊരു അതിന്. പക്ഷേ ഇപ്പം എന്താ പറയണത്? ഞാൻ ഈ സഞ്ചരിച്ച് വീട്ടിലെത്തണ്ടേ? അങ്ങനെ നിൻ്റെ കൂടെ വരാൻ ഉള്ള കാരണം എന്താ? എനിക്ക് നിന്നെ അറിയാം. അവിടെയാണ് വിഷയം വന്നത്. കാര്യം നമ്മളെ അറിയണം ദൈവത്തിനെ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരികിട ഉടായ്പ പരിപാടി ഉണ്ടെങ്കിൽ ദൈവം ഗുഡ് ബൈ പറയും. ഇപ്പോൾ ഒരു ഉടമ്പടി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? എന്താണ് അതെന്താ വെച്ചാൽ അനുജൻ വന്ന് ഉടമ്പടി വെച്ചിരിക്കുക. എന്താ ഉടമ്പടി വെച്ചിരിക്കണത്? എൻ്റെ വീട് സ്ഥലം ജപ്റ്റാകാൻ പുണച്ചാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ വിഷയം എനിക്ക് കിട്ടിയത്. ജപ്തി ഉടമ്പക്കാരെ ഉടനെ കാണുമല്ല. അപ്പോൾ എൻ്റെ വീട് സ്ഥലം ജപ്തിയാകാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പ്രാർത്ഥിച്ച്. അപ്പോൾ അനിയൻ പറയണ, അച്ഛാ ജപ്തി നടപടിക്ക് ബാങ്കിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ചേട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയണത്. എന്താ പ്രശ്നമെന്ന് അറിയാവോ? ഇപ്പം ഈ ജപ്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ചേട്ടായിയാണ്. എന്താണ് അയാളുടെ പ്രശ്നം? എന്താ? അനുജൻ്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹം കുറേ വർഷം മുമ്പ് മാറി താമസിക്കേണ്ട ചേട്ടൻ. തറവാട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്, പ്രായമായിരിക്കുകയാണ്. അപ്പോഴേ തറവാട്ടിൽ നിന്നൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അധികമൊന്നും ഇങ്ങോട്ട് സഹകരണമൊന്നുമില്ല. അപ്പനെയും അമ്മനെയൊക്കെ നോക്കണം അനുജൻ തന്നെയാണ്. വലിയ സ്വത്തൊന്നുമില്ല. അതിന് ചെറിയ ജോലിയെ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ ഒരു പാർട്ടിയാണ്. പക്ഷേ ഇപ്പം എന്താ പറ്റുമെന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ കടമായി. ബാങ്കിൽ നിലവിൽ എടുത്തപ്പോൾ അത് വേറെ ഒരു കുറച്ച് കച്ചവടത്തിൻ്റെയൊക്കെ കടമെടുത്ത് വന്നപ്പോൾ അത് ജപ്തിയായി വന്ന സമയത്ത് എന്താ ചെയ്യണമെന്നറിയാമോ? ഈ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോവും. പുള്ളി അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാനേജറിനെ കാണും. മാനേജർ സാറേ മറ്റത് ഗോപിയാണ് കേട്ടോ എന്ന് പറയും. ആര്? അനുജൻ എടുത്തിരിക്കണ കാശ് ഗോപിയാണ്. കാര്യം എന്താണ്? അവൻ നാട്ടിലില്ലല്ല. അവനവൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അവളുമായിട്ട് കുറേ നാൾ ഇവിടെ ഇല്ല. ഈ ആൾക്കാർക്ക് ഏത് കാലത്ത് തന്നി വിട്ടാനാണ്. അപ്പോഴും ഇയാൾ പറയും, അപ്പോൾ ബാങ്ക് മാനേജർ പറയും അത് നടപടിയായിരിക്കും. നല്ല കാര്യം. അപ്പം നടപടിയായെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. സ്വന്തം തറവാടാണ്, ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകുമ്പോൾ പുള്ളിക്ക് സന്തോഷം. എന്തിനാണെന്നറിയാമോ? 40 ലക്ഷത്തിനുണ്ടാ സംഭവം. പുള്ളിക്ക് ആരും കയറി പിടിക്കത്തില്ല. കാര്യം പ്രായമായ അപ്പനെയും അമ്മനെയും വലിയൊരു ഇറക്കുക. 10, 80, 60 75 വയസ്സുള്ള അപ്പനും അമ്മേമ്മനത്തുണ്ട്. ഈ ഭാഗത്തിങ്ങനെ കണ്ണുനീര് കാണാൻ വേണ്ടി വല്ലവരും പോയി അത് പിടിക്കുക. മനുഷ്യപ്പറ്റുള്ളവർ ആരും പിടിക്കത്തില്ല. പക്ഷേ ഇപ്പം പിടിക്കും. ആനിയനെ ഇറക്കണവന്. തറവാട് വീടിൻ്റെ അകത്ത് പണ്ട് ഇവൻ്റെ ഓഹരി, തറവാട് വീടും കൊള്ളാവുന്ന വീടാണ്. അന്ന് പണ്ട് പണി ചെയ്ത കാലത്ത് കുറച്ച് കാശിൻ്റെ ചിലവാക്കിയെന്നുള്ളതിൻ്റെ രീതിയിലാണ് ഇവർ മിണ്ടാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ജാതി മനുഷ്യരും ഉണ്ട്. ഇങ്ങനെ ഒരു ജാതി, അതായത് സഹോദര സ്നേഹത്തിന് പകരം സഹോദരനെ മുക്കാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരും ഉണ്ടാകും. അത് പക്ഷേ ഉടമ്പടിയിൽ അത് വിലപ്പോകത്തില്ല. അതാണ് പറഞ്ഞത്, നീ ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ നിനക്ക് നൽകാം, ഞാൻ നിൻ്റെ കൂടെ വരാം. പക്ഷേ എന്താ കാരണം? എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ ദൈവം വെറുതെ ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞ് ഉടമ്പടി ചെയ്തെന്നും പറഞ്ഞ് ഓടിയാരാൻ പറ്റുമെന്ന് എല്ലാവരും ഇങ്ങനെ സഞ്ചാരി മാതനം കാലത്ത് വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. എല്ലാം ഉടമ്പടി സഞ്ചാരി മാതമാണ് ഇപ്പം അത് വരുമെന്ന് പറഞ്ഞ്. ഇപ്പം വരുമെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞില്ലേ? അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി നിനക്ക് ചെയ്തു തരാം. 33:17 എന്താ കാര്യം? എനിക്ക് നിന്നെ അറിയാം. എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. സ്മിർനയുടെ സഭയ്ക്കും വെളിപാടിൻ്റെ പുസ്തകമൊക്കെ പറയും എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയും. ദൈവം എപ്പോഴും നോക്കണത് നമ്മളെ അറിയും. നിനക്ക് പണ്ടുണ്ടായിരുന്ന വിശ്വാസം ഇന്നില്ലെന്ന് പറയും. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. സഞ്ചാരം എളുപ്പമാക്കുന്ന ഒരു നടപടിയാണ് അനുതാപം എന്ന് പറയുന്നത്. ഉടമ്പടി നമുക്കുള്ളതാണ് സഞ്ചാരം. സഞ്ചാരം ഇതിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ സഞ്ചാരം
ഇപ്പോൾ സുകുമാരനും കുടുംബത്തിനും സഞ്ചാരത്തിലൂടെ മാതാവിനെ അവനെൻ്റെ കാലേ അമ്മ വന്ന് പിടിച്ചതെന്നാണ് പറയണത്. ആ സഞ്ചാരം എങ്ങനെ സംജാതമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം പരിശോധിക്കും. അവിടെ നിന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? അവിടെ നിന്ന് എന്നെ ദൈവം എപ്പോഴും അങ്ങനെ വെറുതെ ഇങ്ങനെ അറിഞ്ഞിരിക്കണം എന്നല്ല പറയണത്. എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ചുമ്മാ അറിയാമെന്നല്ല പറയണത്, ഞാൻ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നമ്മളെ അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരണം. പക്ഷെ അത് എങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് അറിയണത്? പരിശോധിച്ചാണ് ദൈവം അറിയണത്. വെറുതെ ഇങ്ങനെ നോക്കി അറിയാമെന്ന് പറയുകയല്ല. ആ വചനം വായിച്ചോളൂ. പ്രഭാഷകൻ 42:18. പ്രഭാഷകൻ 42:18. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. എന്താണ് അറിയുമെന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് നിന്നെ അറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പരിശോധിച്ചറിയണതാണ്. ആ നിഗൂഢതകളെ വേറെ വല്ല തരികിട പരിപാടി ഉണ്ടോ? ഇപ്പോൾ ഉടമ്പടി ബ്ലാക്ക് എന്ന സാധനമുണ്ട്. ഉടമ്പടി ബ്ലാക്ക് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ബ്ലാക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ ഈ പറഞ്ഞ നിഗൂഢതയാണ്. നിഗൂഢത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് ആൾക്കാർ പറയത്തില്ല, സ്ഥലക്കച്ചവടക്കാർ. ഇപ്പം നമ്മൾ ഒരു സ്ഥലം എടുത്തപ്പോൾ ഫുൾ ആൻഡ് ഫുൾ നമുക്ക് ഈ ബ്ലാക്കിൻ്റെ പരിപാടി ഇല്ലല്ലോ. ആൾക്കാർ തന്നെ സ്വസ്ത്ര കാഴ്ച ബാങ്കിൽ കിടപ്പുണ്ട്, അത് അതേപോലെ അവർ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് അത്രയും മുദ്രപത്രത്തിൽ കൊടുത്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്യും. പിന്നെ സർക്കാരിനെ വെട്ടിക്കേണ്ട കാര്യം നമുക്കില്ല, ആരെയും വെട്ടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചില ആൾക്കാർ ടാക്സ് അടക്കാതെ, സർക്കാരിന് ടാക്സ് അടക്കാതെ വെക്കും. സെക്കൻഡ് മണി എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുക്കാതെ വെച്ചിട്ട് അവർ സ്ഥലത്തിൻ്റെ വില കുറച്ച് കാണിച്ചിട്ട് ആ കാശ് അല്ലാതെ തന്നെ ബാങ്ക് ത്രൂ അല്ലാതെ കൊടുക്കുന്നവരുണ്ടാകാം. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ഉടമ്പടിയിലും ഉണ്ട് ബ്ലാക്ക്. ഉടമ്പടി ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ നേരെ ചുവയുള്ള ആവശ്യങ്ങൾക്ക് ബ്ലാക്ക് വൈറ്റ് എന്ന് പറയും. ഇപ്പം എന്താ പറയുക? പ്രഭാഷകൻ 42:18 എന്താ പറയണത്? അവിടുന്ന് നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു നിൻ്റെ നിഗൂഢതകൾ. ആ വചനം ഒന്നുകൂടെ വായിച്ചോളൂ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. രഹസ്യ അജണ്ടയാണ്. ഹൃദയത്തിനെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ രഹസ്യ അജണ്ട എന്ന് പറയുന്ന നിഗൂഢതയുണ്ട്. അതാണ് പലപ്പോഴും ഉടമ്പടി പമ്മാൻ കാരണം. ഇപ്പോൾ പെട്രോളിലൊക്കെ നമ്മൾ കാറൊക്കെ പമ്മി നിൽക്കത്തില്ല. എന്താ കാര്യം? അതിൻ്റെ ട്യൂബിൽ പെട്രോളിൻ്റെ ട്യൂബിൽ കരട് കയറുമ്പോഴാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചിലപ്പോൾ കരട് കയറാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉടായിപ്പോ അല്ലെങ്കിൽ രഹസ്യമായ അജണ്ടയോ ഈ പറഞ്ഞ പോലെ ഉണ്ടാകും. പ്രഭാഷകൻ 42:12 അറിയാമെന്ന് പറയുമ്പോൾ ദൈവം പരിശോധിച്ചേ അറിയത്തുള്ളൂ. പരിശോധിച്ചറിയുമ്പോൾ അതിനകത്ത് നിഗൂഢമായിട്ടുള്ള വല്ല ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ വീടിന് നമ്മൾ സ്ഥലമെടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം 5 സെൻറ്റ് സ്ഥലം, ചെറിയൊരു പരിപാടിയാണ്. വാദിക്ക സ്ഥലം കൊടുക്കാൻ പോണ്. അതുകൊണ്ട് അവരൊന്ന് നമ്മളോട് ചോദിച്ചു, കാര്യം നിങ്ങൾക്ക് 2 ആമക്കളല്ലേ, പുരാതന കുടുംബത്തിൽ താമസിപ്പിക്കാൻ ഒരുത്തന്നെ നിങ്ങളുടെ കണ്ണുവെട്ടത്ത് താമസിക്കാമല്ലോ. ഇപ്പം വേറെ വല്ലയിടത്തും പോയി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പോകേണ്ടി വരികയല്ലേ. ഇപ്പം ഒരു കുഴമ്പൗണ്ടിലാണെങ്കിൽ അരികെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാർ പോയി സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. അതാണ് അതിനെ വൈറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ വൈറ്റ് സ്ഥലം എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഉള്ളിലൊരു ഗൂഢലക്ഷ്യം ഉണ്ടാവും. എന്താ കാര്യം? നമ്മൾ എടുത്തില്ലെങ്കിൽ ആ പുറകിലെ വീട്ടുകാരൻ കയറി സ്ഥലം എടുക്കും. അപ്പോൾ എടുത്താലും കുഴപ്പമില്ല. എടുത്താലെന്ത് പ്രശ്നം എന്താണ്? അവൻ ഈ സ്ഥലത്ത് കൂടി ഇപ്പോൾ അവർക്ക് 3 അടി വഴിയാണുള്ളത്, അത് 6 അടിയോ 7 അടിയോ ആക്കിയിട്ട് അവൻ റോഡിട്ടാൽ അവർ കാറ് വാങ്ങിക്കും. കാറ് വാങ്ങിച്ചാൽ പിന്നെ അവിടെ മുമ്പിൽ നമുക്ക് കുറച്ചിലാണ്. കാരണം നമ്മളും അതുപോലെ കാറ് വാങ്ങിക്കണം. അവൻ്റെ മകൻ കയറി വന്നുകൊണ്ട് നിൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് 2 നില വീടെങ്ങാനും വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പൊളിച്ച് പോകേണ്ടി വരും. ഇതാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഒരു സ്ഥലം അപ്പം നമ്മൾ നോക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് തടസ്സമില്ല. അത് വൈറ്റാണത്. കാര്യം മൂത്ത മകനെ മാറ്റി താമസിപ്പിക്കാനാണ്. പക്ഷേ പുറകിൽ താമസിക്കുന്നതിന് പാരപണിയാനാണെന്നുള്ളത് ഗൂഢമായ ലക്ഷ്യമാണ്. ഈ ഗൂഢമായ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അത് ഫാദേഴ്സ് കണ്ടൻറ്റ് മാത്രമല്ല,
സാത്താൻ്റെ കണ്ടൻറ്റ് വരും അതിൻ്റെ അകത്ത്. ലോകത്തിൻ്റെ അരൂപി വരും. ഇപ്പം ലോകത്തിൻ്റെ അരൂപി വരും. ഇപ്പം നിങ്ങളിപ്പോൾ ചിലർ പറയട്ടെ, ഞാൻ ഇളയ മക്കളെ കെട്ടത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ? ചിലർ പറയും, പെൺപിള്ളേർ കറക്റ്റായിട്ട് പറയും, ഞാൻ ഇളയനാണെ കെട്ടത്തില്ല, പണ്ടാണെ കെട്ടുമായിരുന്നു, ഇളയ മകളൊക്കെ കെട്ടും, എന്താ വീട് സ്ഥലവും കിട്ടുമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ പെൺപിള്ളേർ കെട്ടത്തില്ല, ഇളയ മകനെ കെട്ടാൻ അവർക്ക് ഭയങ്കര പാടാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ അതിലും ഇല്ല. എന്താ കാര്യം വെച്ചാൽ അവരോട് നമ്മൾ ചോദ്യം, നീ എന്താ ഇളയമാനെന്ന് പറഞ്ഞ് കെട്ടത്? നീ അവൻ മനുഷ്യനല്ലേ, അവൻ പുരുഷനല്ലേ, എന്താ പിള്ളേരുണ്ടാകത്തില്ലേ, നീ വല്ല അറിഞ്ഞാൽ? ഇങ്ങനെ ചോദിച്ച് നമ്മൾ ചോദിക്കുമ്പോഴും അവർ കാര്യം പറയത്തില്ല. പക്ഷെ അവിടെ രഹസ്യമായിട്ട് അവിടെ കൂട്ടുകാരോട് പറയും, ഇളയ മകനെ കെട്ടിയാലേ കുടുംബത്തിലുള്ള എല്ലാ വയ്യാവേലികളും ഇതിനകത്ത് വരഞ്ഞു കയറി എപ്പോഴും വിരുന്നിന് വരും. പിന്നെ ഇതിനൊക്കെ എല്ലാം വെച്ചും വേവിച്ച് നമ്മുടെ ജീവിതം പോകും. അതാണ് അവരുടെ പ്രശ്നം, അതാണ് രഹസ്യ സംഭവം. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പം തന്നെ കാനഡയിൽ പോകണം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്നാൽ അപ്പനും അമ്മയും വയസ്സാകും, ഇതുങ്ങളെ പിന്നെ ചുവന്നുകൊണ്ട് ആശുപത്രി പോകാൻ നമുക്ക് നേരെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടായി കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഈ രഹസ്യ അജണ്ട ഒത്തിരി പേര്, ഇപ്പം ഞാൻ കാനഡയിൽ ഞാൻ IELTS പാസ്സാകണം എന്നൊക്കെ പറയുമ്പോഴും ആരോടും പറയാത്ത കുറേ രഹസ്യങ്ങൾ ആൾക്കാരുടെ ഉള്ളിലുണ്ട്. എന്താണ് ഉണ്ടാകണത്? അത് അപ്പനെയും അമ്മയും നോക്കാതെ ഇവിടുന്ന് സ്കൂട്ടാകാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ പറയുമ്പോൾ അത് ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോയി ആക്കണത് അഗതി മന്ദിരത്തിലല്ലേ കൊണ്ട് ആക്കണം, എന്താ പ്രശ്നം, കാശ് കൊടുത്താൽ പോരെന്ന് ചോദിക്കും. അപ്പോൾ ഇത് അമേരിക്കൻ മോഡലിലൊക്കെ ജീവിതം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ എപ്പോഴൊരു നല്ല കാര്യം ദൈവത്തോട് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ നിൻ്റെ ഉദ്ദേശം അറിയാമെന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ മോശത്തിനോട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോഴേ ഈ പറഞ്ഞ ഈ കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം. കാര്യം എന്താണ്? എനിക്ക് നിന്നെ അറിയാം എന്ന് വെച്ചാൽ നീ അകവും പുറയും ഒരുപോലുള്ള ആളാണ്, അല്ലാതെ വേറെ സെക്കൻഡില്ല, ബ്ലാക്ക് ഇല്ലെന്നറിയാം. അത് ഉടമ്പടി ബ്ലാക്ക് ഉണ്ടാകരുത്, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഇപ്പോഴിപ്പോൾ ഉള്ള കാര്യങ്ങൾക്കാണ് ഈ ഓവർ പ്രാധാന്യം കൊടുത്ത് വരണത്. എന്ന് വെച്ചാൽ ഇതെല്ലാം എന്തൊക്കെ വന്നാലും അവസാനം 70 കൊല്ലം കൊണ്ട് ഈ ചാപ്റ്റർ എല്ലാം ക്ലോസ് ആകും. അല്ല, 70 കൊല്ലം കൊണ്ട് നമ്മൾ എത്ര വലിയ ആളായി, സൗന്ദര്യം ഉണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും സ്ഥാനം ഉണ്ടായാലും പേരുണ്ടായാലും വേണ്ടല്ലോ. ഏറ്റവും വലിയ ഗതികേട് ഈ SIമാരുടെ കഴിഞ്ഞ് ഞാൻ ചില DSP ഒക്കെ കാണും. അപ്പോൾ ഞാൻ ഇവരുടെ സർവീസിലുള്ള കാലത്ത് ഇവരുടെ അടുത്തൊക്കെ പോയിട്ടുള്ളതായിരിക്കും ഞാൻ. പക്ഷേ സർവീസ് കഴിയുമ്പോൾ ഇവർ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കണ കാണാം. അതിൻ്റെ അകത്ത് LD ക്ലർക്കും UD ക്ലർക്കും SIയും DSPയും എല്ലാം വന്ന് മാവിൻ്റെ താഴെ വന്ന് പെൻഷൻ മേടിക്കണുണ്ടാകാം. അപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു സാറിനെ കണ്ട് ഞാൻ ജയിലിൽ സന്ദർശിച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു ക്യൂ കണ്ട് പ്രായമുള്ളവരുടെ. അപ്പം എനിക്കറിയാൻ പറ്റില്ല പ്രായമുള്ളവർ എന്തിനാണ് അവിടെ നിൽക്കണമെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് പെൻഷൻ മേടിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് റെവറൻറ്റ് ചെയ്തിരുന്ന എൻ്റെ ഒരു ആരാണെന്ന് ഞാൻ പറയണില്ല, കോളേജിലെ പ്രൊഫസറാണ്. അപ്പം അങ്ങനെ പ്രായമായി. ഞാൻ ചെന്ന് ആദരവോട് സ്തുതി പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ഓർത്തേ, ഈ മനുഷ്യന് ഇപ്പോഴിപ്പോൾ ആൾക്കാർക്ക് മനുഷ്യൻ വീട്ടിൽ കിട്ടണമെന്ന് തോന്നണം. അത് കുറച്ച് നാൾ തോമസ് കയറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സാണ്. അതൊക്കെ മുമ്പുള്ള ആ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണ്ടി ഇങ്ങനെ പോയി കാത്തു കെട്ടി നിൽക്കേണ്ടി വരും ഈ പൈസയ്ക്ക് വേണ്ടി. എന്നാലും ഉണ്ടല്ലോ, അത് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു വില വീട്ടിൽ ഈ പെൻഷൻ കിട്ടുന്നതനുസരിച്ച് ഓരോ വരും കെട്ടിവെച്ചിട്ട് മക്കളും അവരുടെ മക്കളും പേരക്കിടാങ്ങളും ഒക്കെ അപ്പാപ്പ ഇപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ് വരും. ഇവരൊക്കെ അതല്ല, ഈ പെൻഷൻ അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നതാണ്. എന്നാലും അത്രയ്ക്ക് ആ ഒരു ദിവസത്തെ പെൻഷൻ ഒന്ന് കുറഞ്ഞു പോയാൽ അവരുടെ മോന്തപ്പം മാറും. നീ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ കോരി പിടിച്ചൊക്കെ നടക്കണില്ലേ, നീ ദൈവത്തെ മറന്ന് ആരെയും സ്നേഹിക്കരുത്. എല്ലാവരും സ്നേഹിച്ചോ, പക്ഷേ ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ നീ നാളെ നിൻ്റെ കണ്ണ് നിറയും. നിന്നെ അറിയാം, ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരും, ഞാൻ നിൻ്റെ കൂടെ വരും. നിങ്ങനെ കൂടെ വരാൻ കാരണം എന്താണ്? എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ അറിയുമ്പോൾ എങ്ങനെയാണ് ദൈവം അറിയണത്? ഉടമ്പടി അനുസരിച്ച് അവൻ പറഞ്ഞ പോലെ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെയാണ് അറിയണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ വേറെ ഒരു അറിവുണ്ട്. കാര്യം എന്താണ്? എഫേസസ് സഭയുടെ ദൂതൻ എഴുതുക, വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം, വലത് കൈയിൽ 7 നക്ഷത്രം വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണദ്വീപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിൻ്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തലന്മാരെന്ന് നടിക്കുകയും
എന്നാൽ അങ്ങനെ അല്ലാതായിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവൻ വേദം പറയുന്നവനാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. അങ്ങനെ ഒരു അറിവാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ അനുഭവിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല, മടുത്തില്ല. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് അടുത്ത IELTS അവരുടെ ഒരു മൊഡ്യൂൾ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പെങ്ങൾ മടുക്കും, അല്ലേ? അവർ നിർത്തും, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന നിർത്തും. അതായത് ഇതാണ് സ്മിർനായിലെ സഭ പറയുന്നത്. നിങ്ങൾ അത് നല്ല സൂപ്പറായിട്ടൊരു വചനമാണ്. അതായത് തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. 2:3 വെളിപ്പാടിൻ്റെ പുസ്തകം. അപ്പം ചില സമയത്ത് കർത്താവിൻ്റെ നാമത്തെ പ്രതി, ആ വിശ്വാസത്തെ പ്രതി നമുക്ക് ചിലപ്പോൾ ചില ഞെരുക്കങ്ങളുണ്ടാകും. അപ്പോഴെന്താണ്? നമ്മൾ ക്ഷീണിക്കരുത്, വീണ് പോകരുത്. അതിൻ്റെ പേരിൽ കുടുംബ പ്രാർത്ഥന മുടക്കുകയോ ഉടമ്പടി പ്രാർത്ഥന മുടക്കുകയോ ദാനധർമ്മങ്ങൾ മുടക്കുകയോ ഒന്നും ചെയ്യരുത്. അതാണ് ക്ഷീണിപ്പെന്ന് പറയണത്. ക്ഷീണിച്ചിട്ടില്ലെന്ന് ദൈവത്തിന് അറിയണം. കാരണം നീ വിചാരിച്ച ഉടമ്പടി വെച്ച കാര്യങ്ങളൊന്നും നീ വിചാരിച്ച സമയത്ത് നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നീ ക്ഷീണിക്കരുതെന്നാണ് പറയണത്. കാരണം ക്ഷീണിച്ചു കഴിഞ്ഞാൽ നീ അതിൽ വിശ്വസിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് പറഞ്ഞത് നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്നും പറയാനുണ്ട്. വെളിപാട് 2:4 നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതല്ലേ ഉടമ്പടിയൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർക്ക് ആദ്യം എന്നോ ശൂരത്വമാണ്, ആരംഭശൂരത്വം. പിന്നീട് അവർ പതുക്കെ ഉപവാസം നിർത്തും, അല്ലെങ്കിൽ ദാനധർമ്മം നിർത്തും, അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തും. ഇങ്ങനെ കുറേ സംഭവം നിർത്തി. അതാണ് പറയണത്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന, എനിക്ക് നിന്നെ അറിയാമെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ആ സ്നേഹം തന്നെ ഇതിൻ്റെ അവസാനം വരെ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടി തൽക്കാലം ഒരു ആരംഭശൂരത്വം കാണിച്ചാണെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്താകും. ഇപ്പോൾ ക്രിക്കറ്റിൽ ഔട്ടാകുന്ന പോലെ നമ്മൾ ഔട്ടാകും. അതാ പറയുന്നത്. എങ്കിലും അത് നിനക്കെതിരായാണ്. ഉടമ്പടി ഉഴപ്പിയെക്കുറിച്ച് പറയണത് എതിരായെന്നാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ്? നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി. ആദ്യം എന്താണ് നീ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങിയത്? അതേ തീഷ്ണതയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് നിന്നെ അനുതാപത്തിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് നിന്നെ അറിയാമെന്ന് പറയുന്ന വിഷയം വരണത്. എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ ഈ വിഷയമെല്ലാം നമ്മൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. എന്ത് വിഷയമുണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അച്ഛൻ ആൾക്കാരെല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോൾ പുതുക്കാൻ ഭയങ്കര ഇടിയാണ് ഇവിടെ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആരോ പറഞ്ഞ് അച്ഛൻ 4 പ്രാവശ്യം പുതുക്കിയവരെ മാത്രമേ കാണുന്നുള്ളെന്ന് ഇവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറ്റി? ആൾക്കാരെ പുതുക്കണത് കുറച്ച്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഉടമ്പടി എടുത്തിട്ട് അവൻ പറയണത് പോലെ ചെയ്യാൻ വേണ്ടി ദൈവവചനത്തെ പ്രതിയുള്ളൊരു സമർപ്പണമല്ല, അച്ഛനെ കണ്ടിട്ട് എളുപ്പത്തിൽ എന്തോ ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് ആൾക്കാർ ചിലർ ഉടമ്പടി ചെയ്തത്. അവരാണിങ്ങനെ പമ്മണത് ഇപ്പോഴേ. അതുകൊണ്ടാണ് ഓഫീസിലെല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കണം. എന്താണ്? അവർ പുതുക്കിയത് നോക്കും. പുതുക്കിയതാണോ? രണ്ടാമത്തെ എന്താണ്? സാക്ഷ്യം പറഞ്ഞതാണോ? അപ്പോൾ 3 പുതുക്കിയിട്ട് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് എക്സ്പ്രഷൻ കൊടുക്കണം അവിടെ. കാര്യം 1 പുതുക്കിയാൽ പോലും അക്രൈസ്തവ സഹോദരങ്ങളെ പോലും സാക്ഷ്യം പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മാത്രം പറയാൻ കാര്യം പറ്റാഞ്ഞ എന്താണ്? എവിടെയോ ഉടമ്പടി ഉടപ്പിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്, നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 2:4 നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അനുതാപം ഒരു വിഷയമാകണത്. കാര്യം എന്തിനാണ്? അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ആദ്യത്തെ തീഷ്ണത വീണ്ടെടുക്കുകയാണ്. കുമ്പസാരിച്ചു, ഞാൻ അച്ഛനെ കുമ്പസാരിച്ചു, ഞാൻ പ്രായശ്ചിത്തം ചെയ്തതെന്ന് പറഞ്ഞതിനൊരു കാര്യമില്ല. ആദ്യത്തെ തീഷ്ണത വീണ്ടെടുക്കണം. എല്ലാവരും ഇങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കണമല്ലോ. ഇപ്പം അല്ലേ, വലിയ ചൊവ്വാഴ്ചയും വലിയ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നോൻപ് കുമ്പസാരത്തിന് വേണ്ടി എല്ലാവരും ഇരിക്കും. ചില അണ്ണന്മാർ
സ്വന്തം ഇടവക കുമ്പസാരിക്കത്തില്ല, അടുത്ത പള്ളിയിൽ പോയി കുമ്പസാരിക്കും. സഭ എന്തോ ആയിട്ട് കുമ്പസാരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതൊരു സമാധാനം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വിഷയം ദൈവം പാപക്ഷമ ലഭിക്കുമെന്നുള്ള കാര്യം ശരിയാണ്. പാത്രം കഴുകി വെക്കാം, പക്ഷേ ഭക്ഷണം കിട്ടണ വേറെ വിഷയമാണ്. പാത്രം കഴുകി ഇപ്പോൾ സിലോണിൽ പാത്രം കഴുകി വെക്കുന്നുണ്ട് അവർ, പക്ഷേ ഭക്ഷണമില്ല. ഒരു കിലോ അരിക്ക് 470 രൂപയാണ്. 1 കിലോ അരിക്ക് എല്ലാവരും പാത്രം കഴുകി വെക്കും, പക്ഷേ ഭക്ഷണമില്ല. അപ്പോഴും നമ്മളെപ്പോഴും പാപക്ഷമ എന്ന് പറയുന്ന ആ നോൻപ് കാലത്ത് നമ്മളൊരു കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നത് മാത്രം ഒരു വിഷയമായിട്ട് എടുക്കരുത്. കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്ന തീഷ്ണത നിനക്ക് തിരിച്ചു വരണമെന്നാണ് കർത്താവിന് പറയുക. അനുതാപത്തിൻ്റെ ഒരു ലക്ഷണം എന്താണ്? അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പിന്നെ നിന്നെ ഇവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. ദൈവം ഭയങ്കര കാർക്കശ്യമാണ് വിഷയത്തിൽ. എന്താ കാര്യം എന്നാ, പിന്നെ ഈ ആളെ ഇങ്ങനെ ഒരാളെ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ചോന്നൂര് നടക്കേണ്ട കാര്യമില്ല. അതായത് ആ പഴയ തീഷ്ണതയിലേക്ക് വരണം. അതായത് എങ്കിലും നിനക്കത് എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ അതപ്പതിച്ചൊന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം ആ ആദ്യ തീഷ്ണതയിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ അനുതാപത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? തീഷ്ണത ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ എത്ര മണിക്കൂർ ജോലി ചെയ്തിട്ടും സന്തോഷമായിട്ട് നിൽക്കണത് എന്താണ്? തീഷ്ണത തന്നെയാണ്. ഒരു വേറെ മാർഗമില്ല. അതായത് ഒരു 10 മനുഷ്യരെ കൂടുതൽ സഹായിച്ചെന്ന് പറയുമ്പോൾ മനസ്സിനെ കിടക്കാൻ നേരത്തൊരു സന്തോഷം. കുറച്ച് ആൾക്കാരുടെ വേദന കൂടുതൽ കേട്ടു, അപ്പം എനിക്ക് പിന്നെ ഒരു നിർബന്ധമുണ്ട്, കർത്താവിന് എന്ത് കിട്ടുമെന്ന് ഞാൻ നോക്കും. വെറുതെ വഴിയെ പോണവരിങ്ങനെ തല കാണിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്ത് പോലുമില്ല. ഞാൻ ചോദിക്കും, ഉടമ്പടി എടുത്തതാണോ, ഉടമ്പടി പുതുക്കിയതാണോ, എന്താ കാര്യം, നിങ്ങളെ വിശുദ്ധീകരിച്ചതാണോ, സൽപ്രവൃത്തി ചെയ്തതാണോ എന്നാണ്. അല്ല നിങ്ങളുടെ മാത്രം കാര്യം നേടിക്കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോലും പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം ഏറ്റവും ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുക, ഇവിടെ വന്ന ആൾക്കാരെ അനുഗ്രഹിക്കുന്നതിന് ഒരു കാരണം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ആരെയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോഴല്ല, ഉടമ്പടി ഉണ്ടാക്കണ മുമ്പ് തന്നെ പരിപാടി. ഉടമ്പടി ചെയ്യണതിന് മുമ്പ്, ഉടമ്പടി ദൈവം തരുന്നതിന് മുമ്പ്, ഈ പുണ്യപ്രാർത്ഥന തരുന്നതിന് മുമ്പും നിലപാടതാണ്. അതായത് എന്തെങ്കിലും എൻ്റെ കൈ ഇങ്ങനെ ഞാൻ പൊക്കണമെന്നുണ്ടെങ്കിൽ അവൻ കർത്താവിന് വേണ്ടിയുള്ള ആളാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് വരുത്തണം. അത് എന്താ കാര്യം? അപ്പോഴും നമുക്ക് മനസ്സിലാകും. കാര്യം നമ്മൾ എന്തിനാണ് അഭിഷേകം സ്വീകരിക്കുന്നത്, നമ്മൾ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത്? അറിയാത്തവരെ ഈശോനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് തീഷ്ണതയുടെ ഭാഗമാണ്, അത് അനുതാപത്തിൻ്റെ ഭാഗമാണ്. അനുതപിച്ചു എന്നും പറഞ്ഞ് വലിയ ബുധനാഴ്ച കുമ്പസാരിച്ച് വലിയ വ്യാഴാഴ്ച കുർബാന സ്വീകരിച്ച് തീർന്ന് പിന്നെ ഒരു ദൈവപ്രവർത്തനവും ഇല്ല, തീഷ്ണതയും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഡെഡ് ബോഡി ക്രിസ്ത്യൻസ് ഒത്തിരി ഉണ്ട് സഭയിൽ. സ്ക്രാപ്പ് ഐറ്റംസ് എന്ന് പറയും. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോട് നിൽക്കണം. കർത്താവ്, ഞാൻ മരിക്കാനായി 10-20 കൊല്ലുമ്പോൾ ഞാൻ മരിക്കും. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുമില്ല, 2-3 കുഞ്ഞുങ്ങളെ വളർത്തിയെന്നേ ഉള്ളൂ. അത് പട്ടിയും അതുപോലെ തന്നെ പന്നിയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തണമുണ്ട്, ആരും വളർത്താതിരിക്കണില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാര്യം? ഒരു തള്ളപ്പക്ഷിക്ക് പനിയായിട്ട് അതിങ്ങനെ കൂടിൻ്റെ അടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പക്ഷി കൊണ്ടുവന്നിട്ട് എങ്ങോട്ട് പോയിട്ട് തേടിക്കൊണ്ടുവന്ന് 2 പുഴുവിനെ കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് അറിഞ്ഞു പോകും, അത് ഉണ്ടാക്കിയെടുത്ത വീഡിയോ അല്ല, പ്രകൃതി നടക്കുന്ന സത്യങ്ങളാണ്. അമ്മയ്ക്ക് പനിയായി കഴിയുമ്പോൾ കുഞ്ഞുകിളി പോയി അമ്മയ്ക്ക് വേണ്ടി ആഹാരം തേടിക്കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. ഈ നാച്ചുറൽ തിങ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, അയാളൊരു ഒരു ക്രിസ്ത്യനായിട്ട് സർവൈവ് ചെയ്യേണ്ട ഒരു കഥയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? എങ്കിലും നിനക്ക്, അതായത് എന്താ എഴുതിയിരിക്കണത്? അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക, അതിനെപ്പറ്റി ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതാണ്, അതായത് അനുതാപത്തിൻ്റെ ഒരു കാലമാണിത്. പക്ഷേ അനുതാപം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തീഷ്ണത ഉണ്ടാകണം. തീഷ്ണതയില്ലാത്ത അനുതാപമൊക്കെ ഒരുതരം ഉണ്ടയില്ലാത്ത വെടി പോലുള്ള പരിപാടിയാണ്. ആളെ പഠിപ്പിക്കാമെന്നല്ല ഒരു കഥയുമില്ല.
എന്തോ സംഭവം നടന്നു എന്നൊക്കെ നമ്മൾ ധരിക്കണില്ല. ഒന്നും നടന്നില്ല. തീഷ്ണത വേണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉടമ്പടി എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും ചുമ്മാ ഉടമ്പടിയുടെ ഒരു വെഞ്ചരിച്ച തേൻ ഒഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലാത്ത വെള്ളം കുറുളാന്ന് പറഞ്ഞ് പൊന്തിച്ചുകൊണ്ട് തന്നെ എന്താ അത് ഇതിൻ്റെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 പതിറ്റാണ്ട് കാലത്തെ തീഷ്ണത ഉണ്ട്. അല്ല ഇന്നലെ മെനയെന്ന് തുടങ്ങിയല്ല ഇത്. ഈ പട്ടം കിട്ടിയ കാലം മുതൽ കർത്താവിൻ്റെ തിരുസന്നിധി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാത്രി 2 മണിക്ക് വലിയ വന്നാലും ശരി താഴെ ഇറങ്ങിയിരുന്നിട്ട് വലിച്ചുകൊണ്ട് കൊന്തയിലിക്കൊണ്ടിരിക്കും. വലിച്ച് തന്നെ ഉറങ്ങിപ്പോകും. അതിൻ്റെ പേരിൽ എനിക്ക് വലിയ വന്നല്ലേ, ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യല്ലേ, എനിക്ക് വലിയ വന്നാന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറിവുകൾ വകവെക്കാതെ യുദ്ധം ചെയ്യുന്ന ഒരു പുണ്യാളനാണ് എൻ്റെ മുമ്പിൽ മധ്യസ്ഥനായിട്ടുള്ളത്. അങ്ങയുടെ മുമ്പിൽ മാസ്റ്ററായിട്ടുള്ളത് കുരിശെ കടന്ന് അവസാനത്തെ ചോര വരെ ചിന്തിച്ചിട്ട് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ ഒരാളാണ്. ഒന്നും പൂർത്തിയായില്ല, തെറ്റിപ്പോയെന്നല്ല പറഞ്ഞത്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എന്തൊരു സന്തോഷത്തോടെയാണ് ഈശോ പറഞ്ഞത്. അവസാനത്തെ ചുള്ളി ചോര വാർന്ന് പോയിട്ട് അവൻ്റെ ബോധം മറയുമ്പോൾ പറയുന്നത് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, ജയിച്ചെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കൈയെടുക്കും. കർത്താവ് കണ്ണടക്കുന്ന മുമ്പ് ജയിച്ചെന്നാണ് പറഞ്ഞത്. എന്താണ്? അവൻ്റെ പേരിലാണ് നമ്മൾ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ചിരിക്കുന്നത്. അവനെ ജയിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തീഷ്ണതയുടെ അന്തസത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ ഉയർപ്പിൻ്റെ ജോലികൾ ചെയ്യണം. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. ഉയർപ്പിൻ്റെ ജോലികൾ. യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്നുവെച്ചാൽ ഒരു ചേട്ടത്തി ഇവിടെ വന്ന് ക്യൂ നിന്ന് ചീട്ടം കൊണ്ട് നിൽക്കുകയാണ്. ചീട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചീട്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് എന്തടി പറഞ്ഞ് അവിടെ ഉടമ്പടിയെല്ലാം പക്കായാണ്. പറഞ്ഞ് അച്ഛാ ഒരു രോഗി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനവിടുത്തെ ഇവൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പുറകെ പോയി ചെന്നപ്പോൾ അയാൾ വീൽ ചെയറിൽ ഇങ്ങനെ ഒടിഞ്ഞ് തല്ലിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടെന്തോ അപകടത്തിൽപ്പെട്ടിട്ട് അനങ്ങാൻ പാടില്ലാതിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി ഞാൻ അവളുടെ ചുറ്റും പ്രകാരം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പോയി. ഞാൻ പറഞ്ഞു നീ എവിടെ പോണ്? അല്ലച്ചാ എൻ്റെ ആരുമല്ലേ, അങ്ങയുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. അവർക്ക് ചീട്ടില്ല, അതുകൊണ്ട് എൻ്റെ ചീട്ട് ഞാൻ കൊടുത്ത് ഒരു ചീട്ട് മേടിച്ച് കൊടുത്തതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചല്ല നന്ദി എന്നും പറഞ്ഞ് പോയി. ആ പോക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴുണ്ട് ഒരാളിങ്ങനെ ഒടിഞ്ഞു പടങ്ങി അതിനേക്കാൾ ഗതികരായിട്ട് ഒരു സെറ്റിൽ കിടക്കണം. അപ്പോൾ അങ്ങേർക്ക് ഞാൻ പ്രാർത്ഥിച്ചു. സ്ട്രെച്ചറിൽ കിടക്കണം, അങ്ങേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉടമ്പടി എടുത്തവരാണ്? ഞങ്ങൾ 19 എടുത്തതാണ്. ഞാൻ പേപ്പർ കയ്യിലുണ്ട്. ഇല്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നതാണോ? അല്ല. എങ്ങോട്ട് പോയപ്പോൾ വഴിയെ വന്നപ്പോൾ കയറിയതാണ്. അവരോട് വന്ന ആൾക്കാർ തന്നെ പറയുന്നതാണ് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. 6 പേരുണ്ട്. ആൾ കൂടിയാലും 6 ആളുണ്ടെങ്കിലും ആത്മാർത്ഥമല്ല ഒരെണ്ണം പോലും അതിൻ്റെ എത്തിയില്ലെന്നൊക്കെ മനസ്സിലായി. എന്താ കാര്യം? ഈ മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചെങ്കിലേ അതിൻ്റെ അകത്ത് ഒരാളെങ്കിൽ 6 പേരുണ്ടവർ കൊച്ചും കുഞ്ഞും വരുന്നതും എല്ലാം കൂടി ഇപ്പം 6 എണ്ണം ഇയാൾക്ക് ചുറ്റും നിൽക്കണം, കൊല്ലാൻ വേണ്ടി നിൽക്കണേ. അത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ വിചാരിക്കണം ഇവിടെ ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ചിലപ്പോൾ ഇച്ഛായത് കൊണ്ട് ഇവിടെ രക്ഷപ്പെടുമെന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ കയറിപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് വന്നേനാ. കാര്യം എന്താ? ദൈവത്തിനൊരു സെക്കൻഡ് മതി ഇയാൾ രക്ഷപ്പെടുത്താൻ. 1 സെക്കൻഡ് വിശ്വാസമുള്ള ഒരാളവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ എന്താണ്? ഇങ്ങനെ കുറേ ആൾക്കാർ മനുഷ്യനെ പാക്കടാകുമ്പോൾ ഞാനും കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കള്ളത്തരത്തിന് കൂടെ കൊടുക്കും. അവർ രക്ഷപ്പെട്ട് വരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. സ്വന്തം സഹോദരങ്ങൾ 6 ആളുണ്ടെങ്കിലും ആത്മാർത്ഥം ഒരാളില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്കായിരിക്കും. മറ്റെന്താണ്? ആരുമല്ല. അവിടെ കിടപ്പ് കണ്ടപ്പോൾ അവിടെ പോയി അവിടെ പേപ്പർ കൊടുത്തിട്ട് ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതാണ് ഫാദേഴ്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് സഹോദര സ്നേഹമുള്ള എന്ത് സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഇല്ലായ്മക്കാരൻ ആരാണ്? അവനാണ് നമ്മുടെ സഹോദരൻ. നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ ഉടമ്പടി പൂർത്തിയായി. അവിടെ വെച്ച് നമ്മൾ അവനെ സഹായിക്കും നമുക്ക് പറ്റണ പോലെ. ചിലപ്പോൾ ആനയും കൂനയും വാരിക്കോരി കൊടുക്കാനൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചെന്നിട്ട് ആ വിഷയം തിരക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമ്മളത് ചെയ്യും. ഒരു അന്വേഷണം. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എല്ലാം കൊടുത്ത് വിട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ
എല്ലാം കൈ നിറച്ചുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവനെ ഏൽപ്പിച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചാലും മതി. നാളെ ദൈവം അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം ദൈവം കാണിക്കും. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥന. ഇതിനെയാണ് ഫാദേഴ്സ് കണ്ടൻറ് എന്ന് പറയുന്നത്, പിതാവിൻ്റെ ഒരു അംശം. അതാണ് 6:44. അതിനാണ് പിതാവിൻ്റെ ആകർഷിപ്പ്. നിങ്ങളുടെ കുടുംബത്തിൽ പിതാവിൻ്റെ ആകർഷിപ്പ് ഉണ്ടായാൽ പടപടാന്ന് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകും. പക്ഷേ പിതാവിൻ്റെ ആകർഷിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി ആണ് നമ്മുടെ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. പക്ഷെ അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഇപ്പം ഞങ്ങളെന്താ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് 5 പൈസ വരുമാനം ചോദിച്ചില്ല. കാര്യം ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വൗച്ചർ തന്നപ്പോൾ കമ്പനിക്ക് ഒപ്പിട്ടാൽ കൊടുത്താൽ മതി. ഒരു മാസം ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടും. പക്ഷേ ഞങ്ങളോട് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? ഇത് ബിസിനസ്സായിട്ട് ഉപയോഗിക്കരുത്, ഇത് നിങ്ങളെ സുവിശേഷ വിലക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് സുവിശേഷ വിലക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, 5 പൈസ വേണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഇത് എടുത്തിട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഇത് കാണണം. നിങ്ങളെ കണ്ടു നിങ്ങൾ ആ ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യും. മറ്റുള്ളവരും അത് കാണുമ്പോൾ കർത്താവ് അവരും അറിയും. അവരറിഞ്ഞ് അവരും കർത്താവിൻ്റെ കൃപയിൽ നിറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സുവിശേഷകനാണ് നിങ്ങളെങ്കിലേ വെച്ചാൽ പ്രൊഫഷണലായിട്ട് സുവിശേഷകനെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാം മോശം വാക്കായിട്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ സുവിശേഷകൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ വലിയ വിലയുണ്ടായി. ഇതിപ്പോൾ വേറെ ഒരു ലെവലിലായിപ്പോയി സുവിശേഷകന്മാരെ ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നത്. കാര്യം അവർക്ക് കുറേ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പക്ഷേ യഥാർത്ഥ സുവിശേഷകൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ കൈമാറ്റക്കാരനാണ്. അത് വാക്കിലും പ്രവൃത്തിയിലും വിചാരങ്ങളിലും അവൻ ആത്മാർത്ഥതയോടെ യേശുവിനെ കൈമാറും. അപ്പം നമുക്ക് ചിലപ്പോൾ നഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ നഷ്ടം കർത്താവിനെ പ്രതി സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ 5:41 യേശുക്രിസ്തുവിനെ പ്രതി നടപടി പുസ്തകം 5:41 അല്ലേ? യേശുക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതല്ലേ സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ അപമാനം സന്തോഷമായി മാറുന്നുള്ളൂ എങ്കിൽ അതെന്തൊരു മാറ്റമായിരിക്കും. അതാണ് തീഷ്ണതയെന്ന് പറയുന്നത്. നടപടി പുസ്തകത്തിന് 5:41 പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിനക്ക് വേണ്ടി വ്യയം ചെയ്ത് സമയമായാലും ധനമായാലും സൽപ്രവൃത്തികളായാലും നിനക്ക് വേണ്ടി വ്യയം ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടത്തെ പ്രതി സന്തോഷമുണ്ടാകാനുള്ള പ്രത്യേക അഭിഷേകത്താൽ എന്നെ നിറക്കണം. ശ്രുതികട വഴികളിലെ പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട്. കൃപാസനത്തിലാണെങ്കിൽ ഓശാന ഞായറാഴ്ച കഴിഞ്ഞാൽ വിശുദ്ധ വാരത്ത് മുഴുവനും, വിശുദ്ധ വാരത്തിന് സമയത്ത് തിങ്കളാഴ്ച മുതലേ കുരിശിൻ്റെ വഴി ഉണ്ടാവും. കുരിശിൻ്റെ വഴിയും പ്രഭാഷണവും ഒരു 10-20 അച്ഛന്മാർ ശുശ്രൂഷയിൽ പ്രദേശത്ത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊളോസ്യസ് 1:24 എന്താണ്? ആദിമസഭയുടെ കുരിശിൻ്റെ വഴി. അതാണ് വിഷയം. ആദിമസഭയുടെ കുരിശ്, നമ്മളിന്ന് ആചരിക്കുന്ന കുരിശിൻ്റെ വഴി ആദിമസഭയുടേതല്ല. അത് നമ്മുടെ ഫ്രാൻസിസ് അസീസി 12-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സാധനമാണ്. പക്ഷേ അപ്പോസ്തല സഭ എന്താ കണ്ടുപിടിച്ചത് നമ്മൾ അറിയണം. അപ്പോസ്തല സഭയുടെ കുരിശിൻ്റെ വഴി എന്താ? അപ്പോസ്തല സഭയുടെ കുരിശിൻ്റെ വഴി ഇതുപോലുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. അപ്പോസ്തലൻ പറഞ്ഞ ഇതാണ്: യേശുക്രിസ്തു സഹിച്ചത് സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയാണ്. കൊളോസ്യസ് 1:24. അതിനെ ഒരു മനുഷ്യനെന്ന നിലയിൽ അവന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതെൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. അതാണ് സംഭവം. അതാണ് കുരിശിൻ്റെ വഴി. ഈ സഹിക്കാൻ പറ്റാത്ത പീഡാസഹനങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നമ്മളെന്താ, ബൈബിൾ എന്താ പറയണത്? അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കുറവിൻ്റെ കൂടെ കൂട്ടി വെക്കാൻ പറയുന്നത്. അതാണ് നിൻ്റെ കുരിശിൻ്റെ വഴി എന്നാണ് പറയണത്. അനുഷ്ഠാന കുരിശിൻ്റെ വഴിയേക്കാൾ ഉപരി ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ അനുവർത്തിക്കേണ്ട കുരിശിൻ്റെ വഴിയുണ്ട്. ഈ അനുവർത്തിക്കുന്ന കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമുക്ക് കുരിശിനെ കൃപയാക്കി മാറ്റുന്നത്. ഭർത്താവ് സംശയരോഗിയാണ്, അത് മാനസിക പീഡനം ഉണ്ടാകും. അയാൾ വെള്ളമടിക്കാരനാണ്, അയാൾ വരുമ്പോൾ ഒരു കാലമാകും. അപ്പോൾ അങ്ങനെയും വേണ്ട, അങ്ങനെ കൊണ്ട് ജീവിക്കണത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തുമാത്രം കുടുംബത്തിലാണ് നമുക്ക് കുരിശ് കിട്ടുന്നത്. നമ്മളെ എപ്പോഴും കുരിശുണ്ടാകണത് എങ്ങനെയാണ്? ബൈബിളിൽ കുരിശുണ്ടായത് എങ്ങനെയാണ്? ജോസഫിനെ അറിയാത്ത അധികാരി വന്നപ്പോഴല്ലേ കുരിശായിപ്പോയത്. പഴയ നിയമത്തിൽ അതല്ലേ, ജോസഫിനെ അറിഞ്ഞ അധികാരികൾ ഉണ്ടായിരുന്ന കാലത്ത് കുരിശൊന്നുമില്ല.
ഈജിപ്തിൽ ഈജിപ്തുകാർക്ക്, നമ്മുടെ ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ കുരിശില്ലായിരുന്നു. ജോസഫിനെ അറിയാത്ത അധികാരി വന്നു, അതോടുകൂടി അവരുടെ കുരിശ് കൂടി. എന്താണ്? വൈക്കോൽ കൊടുക്കത്തില്ല അയാൾ വൈക്കോൽ കൊടുക്കത്തില്ല, ചെയ്യേണ്ട ഇഷ്ടികയുടെ എണ്ണം കുറച്ചില്ല. അപ്പം തന്നെ ഇരട്ടി ക്ലേശമായില്ലേ? നമുക്ക് ഇരട്ടി ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികളാണ് നമ്മളെ അറിയാത്ത ആൾക്കാരാണ്. നിന്നെ നാത്തു ചിലപ്പോൾ നിന്നെ അറിയത്തില്ല, നിൻ്റെ അയൽവാസിക്ക് നിന്നെ അറിയത്തില്ല, അതുകൊണ്ടത് കുരിശായിട്ട് മാറും. പക്ഷെ ആ കുരിശിനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ കുരിശുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് നിൻ്റെ ഹൊറേബിൽ മുൾമരം എരിയാതെ തന്നെ തീ കത്താൻ ഒരു സമയമുണ്ടാവും. ഈ വെയിറ്റ് ഇറ്റ്. ഏതെങ്കിലും കാലത്തെ ഏതെങ്കിലും ഒരു സമയത്ത് മാസത്തിനെ പോലെ ഒരാൾ വരും. ജോസഫിനെ അറിയാത്തവൻ്റെ കുരിശിൻ്റെ കണ്ണുനീര് ഏറ്റെടുത്ത് മാറ്റാൻ വേണ്ടി നിൻ്റെ മുമ്പിൽ ഹൊറേബിൻ്റെ ഒരു തീ തെളിയും. ആ തീ എത്ര ആ സഹനത്തിൻ്റെ ജ്വാലകളിങ്ങനെ കത്തിപ്പടർന്നാലും അവൻ്റെ തീയുടെ അകത്തുള്ള ആ ചെടി കരിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നീ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവവേദനെ നീ അഗ്നിയിലൂടെ നടക്കും. എൻ്റെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ ഹൈസയുടെ 43:2 വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന സങ്കടങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ അഭിഷേകമാകുകയും ചെയ്യും. ആ കുരിശിന് കൃപയാകും. ആ കൃപ നിനക്ക് നിത്യതയിൽ ഓഹരിയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കുരിശുകൾ തുലോം നിസ്സാരമാണല്ലോ. ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എന്നെ അറിയാത്തവരുണ്ടാക്കുന്ന എല്ലാ കുരിശുകളെയും എൻ്റെ ഹൊറേബിലെ നിന്റെ തീ തെളിയുന്നത് വരെ കാത്തിരിക്കാനുള്ള കൃപ, നിന്റെ നിന്ന് ലഭിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നിനക്ക് വേണ്ടി ഏറ്റെടുക്കാനുള്ള കൃപ, നാമത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു കുരിശിന്റെ വഴിയായി മാറുമ്പോഴേ അത് അക്ഷരാർത്ഥത്തിലെ ആത്മാർത്ഥതയുള്ള അർത്ഥവത്തായ ആത്മാവിന്റെ അഭിഷേകമായി ഞങ്ങൾക്ക് ചെയ്യുവാനും സുവിശേഷത്തിന് സാക്ഷ്യമാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, ദിവ്യകൃപാന എഴുന്നള്ളിക്കുന്ന ജ്വലിക്കുന്ന കർത്താവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷയോട് പരിശുദ്ധമ്മ ഇപ്പോൾ നോക്കിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നിങ്ങൾ രോഗം അനുഭവിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ഇവിടെ സാക്ഷി ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവർ സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴീ നിമിഷം കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. കർത്താവ് അടിപ്പട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് അടിച്ച് കർത്താവെ മിന്നൽ പോലെ കർത്താവെ നിങ്ങളിലേക്ക് നിബന്ധിക്കുന്ന നിമിഷമാണിത്. കർത്താവ് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ഷയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്വാസകോശ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഉള്ളംകാൽ ഉച്ചവരെ കർത്താവെ സോറിയാസിസ് രോഗമുള്ളവർ കർത്താവെ, അതുപോലെ വെളുത്ത പാണ്ടുള്ളവർക്ക്, ചുണ്ടിൽ പാണ്ടുള്ളവർക്ക് കർത്താവെ, കൈകളിൽ പാണ്ടുള്ളവർക്ക് വേണ്ടി കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവെ അവരെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോയെ സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശ്വാസകോശ രോഗികളെ കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉദര രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കണ്ടുള്ളവർ കർത്താവ്, കിഡ്നി ചുരുങ്ങുന്നവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശ്വാസകോശ കരളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തെ
സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, തൊണ്ടയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്രെയിനിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ളംകാൽ ഉച്ച വരെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം കർത്താവേ അന്ന് കയറി ഇറങ്ങേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ കീമോയായ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ ക്യാൻസർ രോഗികൾ ഈ നിമിഷം കർത്താവ് പൂർണ്ണമായി സൗഖ്യം വരണ്ടേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നവരെയും ഇന്റർവ്യൂവിന് അഭിമുഖീകരിക്കാൻ പോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും കർത്താവേ, വ്യാപാരങ്ങള്, വ്യവസായങ്ങള്, വിദേശ യാത്രകള്, സ്വദേശ യാത്രകള്, യാത്രയിലായിരിക്കുന്നവരെ, അവിടെ യാത്രാ ലക്ഷ്യങ്ങളെ കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. സാമ്പത്തികമായ കടങ്ങളാല് ജപ്തിനടപടി നേരിടുന്നവരെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വഴി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ തരുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, വിവാഹിതരാകാത്ത മക്കളുണ്ട്. 34 വയസ്സായിട്ടൊക്കെ വിവാഹിതരാകാത്ത മക്കളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഇവിടെ 54 വയസ്സുള്ള ഒരു മോള്, അവൾ പ്രഗ്നൻ്റായി കുഞ്ഞിനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളല്ലേ നമുക്ക് ഞെട്ടിപ്പോയി ശരിക്കും. 54 വയസ്സുണ്ട് അവർക്ക്, പക്ഷേ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു. ദൈവത്തിന് ഒന്നും രക്ഷിക്കാനാവാത്ത വിധം നിന്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല, നിന്റെ സമയമൊന്നും തീർന്നിട്ടില്ല. നീ അങ്ങനെ ചിന്തിക്കരുത്. സമയം ദൈവത്തിൻ്റെതാണ്. നിന്റെ സമയം കർത്താവ് കുറിച്ചാൽ അത് കുറിച്ചതാണ്. അതുകൊണ്ട് തന്നെ കർത്താവെ, വിവാഹിതരാകാത്ത മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവിത പങ്കാളി കിട്ടാതെ വേദനിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവ്, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്ന് അറിയാൻ പാലാതെ വേദനിച്ച് കർത്താവ്, മക്കളുമില്ല, ജീവിത പങ്കാളിയുമില്ല, എല്ലാ തരത്തിൽ കർത്താവ് വേദനിക്കുന്നവരെ ഇപ്പോഴവിടെ കണ്ണുനീര് കർത്താവെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിക്ക് വെച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കുഞ്ഞുങ്ങളെ പോറ്റാനൊരു മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ്, വേണ്ടത്ര സമയത്ത് കർത്താവ് ആവശ്യമായ മണിക്കൂർ ജോലി ഇല്ലാത്തൊരു കർത്താവ് അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ കടങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗമില്ലാതെ, നിലനിൽക്കാൻ തന്നെ മാർഗമില്ല, പിന്നെ എങ്ങനെ കടങ്ങളെ വീട്ടുന്ന ഒരു എത്തും പിടിവില്ലാതെ വേദനിക്കുന്നവരെ കർത്താവ് നീ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, മത്സര പരീക്ഷയ്ക്കുള്ളവർ, യോഗ്യത പരീക്ഷയ്ക്കുള്ളവരെ അവർ കൊണ്ട് കർത്താവ് കുടുംബം അവർ ഉയർന്നു വന്നിട്ടും കർത്താവ് അവർ പരീക്ഷ എഴുതിയിട്ട് വേണം കർത്താവ് കുടുംബത്തിനൊരു മേൽഗതി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ ആസ്തികളും എല്ലാ ആശകളും കർത്താവെ മക്കൾ നിക്ഷേപിച്ചിട്ട് കർത്താവ്, മക്കൾ വഴിപിഴച്ചു പോയവര്, മക്കൾ തകർന്ന് തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയവർ കർത്താവ്, പലതരത്തിൽ കർത്താവ് പഠിക്കാൻ പറ്റാതിരിക്കുന്ന മക്കൾ കർത്താവ്, മക്കൾ മാതാപിതാക്കന്മാരവിടെ കയർത്ത് ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന മക്കൾ, വീട്ടിൽ സമയത്ത് വരാത്ത മക്കൾ, പ്രാർത്ഥനയില്ലാത്ത നോമ്പിന് പോലും കർത്താവ്, വിശുദ്ധിയില്ലാത്ത മക്കൾ കർത്താവിന്റെ എത്തം തരട്ടെ, കർത്താവിന്റെ എത്തം തരട്ടെ, യേശുവിന്റെ നാമത്തിൽ മാനസാന്തരം ലഭിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം കർത്താവേ, കർത്താവേ സ്പർശിക്കുന്നു പറയുന്നു. നീ മക്കളെ, ഒത്തിരിയേറെ മക്കള് അവർക്ക് എടുത്ത പൊങ്ങാത്ത എന്ന് തീരും ഓരോ 5, 6, 7 പ്രശ്നങ്ങളിൽ ചെന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ ഇനി അടുത്തതുണ്ടല്ലോ, അത് തീരുമ്പോൾ പിന്നെ അടുത്തതുണ്ടല്ലോ. കള്ളക്കേസുകൾ, കോടതി കേസുകൾ, കോടതിയിൽ നിന്ന് മാറാൻ പറ്റാത്തവർ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ കടക്കാർ, എപ്പോഴും 1, 2, 3 ഒക്കെ വീട്ടിൽ വരുന്നവർ, വെളുപ്പിനെ വന്നവർ, രാത്രി നമ്മൾ കയറിയുന്ന കടക്കാർ കാത്തിരിക്കുന്ന വീടുകൾ കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് കരകയറാൻ ഒന്ന് പിടിച്ചു കയറ്റാൻ ആരുമില്ല കർത്താവ്. പത്രോസിന് നടുക്കടലിൽ നിന്ന് കർത്താവ് നിന്റെ കരുണയുടെ കരങ്ങളല്ലേ കർത്താവ് അവനെ പിടിച്ചു കയറ്റിയത്. അതുപോലെ കർത്താവ് 10,000 കണ്ണീരിന്റെ കടലിൽ കർത്താവ് മുങ്ങി പൊങ്ങുമ്പോൾ കർത്താവ് നിന്റെ കരുണയുടെ കരങ്ങൾ കർത്താവ് നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവർ വീണ്ടെടുക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.
സ്പർശിച്ച് നന്ദി പറയുന്നു. യേശുവേ സാക്ഷ്യമാക്കി ഞങ്ങൾ മാറ്റണമേ. നീ മാത്രമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവേ, ഒരു ഗത്രു കിട്ടാത്തതുണ്ട് ഈശോയെ. എവിടെ ചാടിയാൽ ജീവിതം രക്ഷപ്പെടും, എങ്ങോട്ട് പോയാൽ ജീവിതം രക്ഷപ്പെടും, എന്ത് ചെയ്താൽ ജീവിതം രക്ഷപ്പെടും, ഇങ്ങനെ എന്ത് ചെയ്ത് ഒരു വരുമാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കർത്താവേ ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ട് ഈശോയെ. അതുകൊണ്ട് ചുമ്മാ കടം മേടിച്ച് പരസ്യകൂട്ടി ഇരിക്കുകയാണ്. അതൊരു വഴി കിട്ടണില്ല കർത്താവ്. അങ്ങനെ ഒത്തിരിയേറെ ഗതി കെട്ടുപോയ മക്കളുണ്ട് ഈശോ. ഞങ്ങൾ കണ്ണുനീരോടെ പറയുന്നു, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട സാക്ഷിയായിട്ട് ഇങ്ങനെ ഒരു വഴിയില്ലാത്തൊരു വഴി മുട്ടിപ്പോയ ഒരു ഗതി മുട്ടിപ്പോയ കർത്താവ്, ഈ സന്ധ്യ കർത്താവ് എപ്പോഴാണ് ധ്യാനം അവർ കൂടുന്നത് ആ നിമിഷം അത് കർത്താവ് അവർ വീണ്ടെടുപ്പ് തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് വീട് സ്ഥലവും ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പാട്ടത്തിന് ഒറ്റയ്ക്ക് കർത്താവ് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ കണ്ണുനീര് ഏറ്റെടുക്കണം കർത്താവ്. ഓരോ സമയത്തും കർത്താവ് ഓരോ വീടും കർത്താവ് പെട്ടിയൊക്കെ ഇട്ട് പാചകമൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങേണ്ടവർ, പിന്നെ ഒരു വാടക വീട് കണ്ടത് അവിടെ താമസിക്കും. 6 മാസം കഴിയുമ്പോൾ അവരും ഇറക്കി വിടും. ഇങ്ങനെ കർത്താവ് അലഞ്ഞു തിരിയുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. അവർക്ക് മക്കളുടെ മുമ്പിൽ പോലും കർത്താവ് അവർക്ക് അഭിമാനം സൂക്ഷിക്കാൻ പറ്റാത്ത വൃണ്ണിതരായിട്ടുള്ള മാതാപിതാക്കന്മാർ കർത്താവ് പലതരത്തിൽ അവരാരോട് പറയുമെന്നല്ലാതെ അവർ വിഷമിക്കുന്നവരെ കർത്താവ് ഇപ്പോഴും അവരുടെ കണ്ണുനീര് അങ്ങോട്ട് തിരുസന്നിധി വെക്കുന്ന കർത്താവ്. എത്രയേറെ IELTS എഴുതിയിട്ട് എത്രയേറെ ടെസ്റ്റ് എഴുതിയിട്ട് എത്ര ഇൻ്റർവ്യൂ ചെയ്തിട്ടും കർത്താവ് ഓരോരുത്തരും ചേരാത്തതുകൊണ്ട് കർത്താവ് മൂത്ത മകളെ കെട്ടിപ്പോകാത്ത കാരണം ഇളയ മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റാത്തവർ ഇങ്ങനെ ഒരു കർത്താവ് പലത്തിങ്ങനെ ഇങ്ങനെ വല്ലാത്ത ദീർഘനിശ്വാസത്തിൽ കർത്താവെ ശ്വാസം പൊട്ടിക്കഴിയുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. ഈശോ ഇപ്പോഴും ഉറഞ്ഞ വീടുകൾ താമസിക്കുന്നുണ്ട് ഈശോയെ. കർത്താവെ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കണമെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ആരുടെടുത്തും പോകാത്തവരും ആരെയും വിളിക്കാത്തവരും ആരുടെ വീട്ടിലും പോകാത്തവരും ഇങ്ങനെ വ്യത്യസ്തമായ രഹസ്യത്തെ കർത്താവ് വേദനിച്ച് ജീവിക്കുന്ന മക്കളെ ഈ നിമിഷം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബങ്ങളിൽ കർത്താവെ കയറി ചെല്ലണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യമാക്കി മാറ്റണമേ. ഈശോയെ അപ്പനെയും അമ്മയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പലരും ബാധ്യതയായി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ആശുപത്രി പോകാനും അവിടെ നിൽക്കാനും ആളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് എല്ലാവരും ഉണ്ട്, ആരും ഇല്ലെന്ന രീതി കർത്താവേ. ഈ ലോകം മുഴുവൻ സുന്ദരമാണെന്ന് പറയുമ്പോഴും കർത്താവേ പകുതിയോളം പേർക്ക് ഇതൊരു സൗന്ദര്യമില്ലാത്ത ലോകമാണ് ഈശോയെ. ഇതുപോലെ മനുഷ്യന്മാരില്ലാത്തവർ, സഹായിക്കാൻ ആരില്ലാത്തവർ കർത്താവ് ഒന്ന് തിരക്ക് പോകാത്തവർ, നമ്മൾ കർത്താവ് അങ്ങനെ ഒത്തിരിയേറെ ഒന്ന് തിരക്കാൻ പോലും ചെല്ലാത്ത ആൾക്കാരുണ്ട് ഈശോയെ. കർത്താവ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർ, കർത്താവ് രോഗം അനുഭവിക്കുന്നവർ, ആശുപത്രിയിൽ നിന്ന് മാറാത്തവർ, കർത്താവ് ഒരു രോഗം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത രോഗം വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് കർത്താവ് അത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആരില്ലാത്ത കർത്താവ് എങ്ങനെയും ചത്താൽ മതി എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് വെറുമയോടെ കാണുന്ന കർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങൾ കുടുംബത്തിലുള്ളവർ അവരെന്ത് ചെയ്യാൻ ഞങ്ങളെന്ത് ചെയ്യാനെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിച്ച് നിസ്സഹായതരിക്കുന്ന അവസ്ഥകളെ ഈശോ ഇതെല്ലാം നീ സംബന്ധിച്ച് പ്രാർത്ഥിക്കത്തായി മരിച്ചിട്ട് എടുത്തുന്നേറ്റവനും നിന്റെ കാരുണ്യം ആ കുടുംബങ്ങളിലേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോഴും സന്ധ്യയായിട്ട് കർത്താവ് ലൈറ്റ് ഇടാൻ പോലും ആളില്ലാത്ത കുടുംബങ്ങളുണ്ട്, ആരുമില്ല കർത്താവ്. അതുകൊണ്ട് ലൈറ്റ് ഇടാൻ ആരുമില്ല കർത്താവ്. അകത്തുള്ളവർ കർത്താവ് ഇരുന്ന് രോഗം ബന്ധം പോട്ടൊക്കെ കർത്താവ് വീട്ടിലുള്ളവർ പുറത്തു പോയിട്ട് കർത്താവ് അവരിങ്ങനെ
അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വെള്ളമടിച്ചും ഇരക്കില്ലാതെ രാത്രി വന്ന് ഒളിഞ്ഞു കയറുകയും ഇങ്ങനെ ഇരുട്ട് കുത്തിപ്പോയ കുടുംബങ്ങൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ട് കുത്തിപ്പോയ ജീവിതങ്ങളെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം ആരെ ഓർക്കാതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. നമ്മുടെ നിയോഗങ്ങളെ ഈശോ തൊടുകയാണ്. ശുശ്രൂഷ സ്വീകരിച്ചു പോയവർ അവരെല്ലാം ഇതാ തൊടുകയാണ്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളവരെ, കൃപാസന ശുശ്രൂഷ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യുന്നവരെ അവരെല്ലാം തൊട്ട് സ്പർശിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ വിവേചന അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തിരുസഭയുടെ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക മുദ്രപതിയാണ്. ആശീർവദിക്കുന്നു. ശുശ്രൂഷകരെയും ഏറ്റെടുക്കുന്നു. മാനേജ്മെന്റിനെ ആശീർവദിക്കുന്നു. വിഭാഷണത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഏറ്റെടുക്കുകയാണ്. സാമൂഹിക സാംസ്കാരികമാക്കിയ എല്ലാ ശുശ്രൂഷകളെയും തുടർന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളുടെ നിയോഗങ്ങൾ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരിശുദ്ധതേ മാതാവേ, കൃപാസന പ്രത്യക്ഷീകരണ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥയായി